പ്രഖ്യാപനങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസത്തെ പോലെ നമുക്ക് പറയാം, കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ്. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നോട് ഏറ്റു പറഞ്ഞവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. സ്തോത്രം. ആമേൻ. 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 കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ സകല കാര്യത്തിലും അനുഗ്രഹവും അത്ഭുതവുമാക്കി മാറ്റുന്നു. നമുക്കിന്നും പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. മൈക്കുകളെ നിങ്ങൾ മ്യൂട്ട് ചെയ്യുക. ഞാൻ പറയുന്ന സമയങ്ങളിൽ മാത്രം നിങ്ങൾ ആ മൈക്കുകൾ മാറ്റുക. അപ്പം നമുക്ക് കുറച്ചും കൂടെ സൗകര്യപ്രദമായിട്ട് കേൾക്കുന്നതായിരിക്കും. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഞാൻ മാത്രം ഇന്ന് വചനം ഭക്ഷിച്ചുള്ളെന്ന് എനിക്ക് തോന്നുന്നത്, മറ്റാരും ഭക്ഷിച്ചിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കർത്താവിൻ്റെ അത് നിങ്ങൾ ചാടി പറഞ്ഞോണം. വചനം ഭക്ഷിച്ചവര് വിശ്വാസ പ്രഖ്യാപനം കഴിയുമ്പോഴേ ഇന്ന് എത്ര പേര് വെറുതെ വചനം പറഞ്ഞോ എന്ന് ചോദിക്കണം. മരുന്നൊന്നും ഇനി പറയരുത്. കാര്യം ചില ആൾക്കാർ സൗഖ്യം പ്രാപിച്ചുമ്പോഴേക്ക് ഞാൻ മരുന്ന് കഴിച്ച് സൗഖ്യം പ്രാപിച്ചെന്ന് പറയും. വചനമാകുന്ന മരുന്നെന്നുള്ളത് മറന്നു പോകുന്നുണ്ട് പലരും. ഉണ്ട്, അത് ശ്രദ്ധിക്കുക. നമുക്ക് ഇന്ന് മുതൽ വചനം പറഞ്ഞ് ഞാൻ സൗഖ്യമായി എന്ന് പറയുവാൻ നിങ്ങൾ ശ്രമിക്കുക. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുമാറാകട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവമാലോചനകളാലും അത്ഭുതങ്ങളാലും ദൈവം തൻ്റെ വചനത്തെ ഉറപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ സകലത്തിലും സഹായിക്കുന്നല്ലോ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ അന്തരീക്ഷം മാറും. നിങ്ങളുടെ ജീവിത നിലവാരങ്ങൾ ഉയർച്ചയിലേക്ക് വരുവാൻ ഇടയായിത്തീരും. സകല പ്രതിസന്ധികളും നിങ്ങളുടെ കൺമുമ്പിൽ നിന്നും മാറിപ്പോകും. ഇത്ര ഞാൻ ഉറപ്പിച്ചു പറയാൻ കാരണം, ദൈവം സർവശക്തനും ദൈവത്തിന് നിങ്ങളുടെ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന ദൈവമാണ്. അപ്പം ആ ദൈവത്തെയാണ് നാം വിളിക്കുന്നത്. ആ ദൈവത്തിന് നമ്മുടെ വിഷയത്തിൻ്റെ മേൽ, നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ഇടപെടുവാൻ കഴിയും. നമ്മളെ അത്ഭുതമാക്കുവാൻ കഴിയും. നമ്മളെ ദൈവപ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയും. നമുക്ക് കൃപയാൽ നമുക്ക് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഞാൻ ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സാക്ഷ്യം പറഞ്ഞ ആളുകൾ ഇന്ന് ഈ പ്രാർത്ഥനയിലുണ്ടോ? സാക്ഷ്യം പറഞ്ഞ ആളുകൾ ഇന്ന് പ്രാർത്ഥനയിലുണ്ടോ? ഉണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് ചില ക്വസ്റ്റ്യനുകൾ ചോദിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കുക വേറെ ഒന്നുമല്ല, നമുക്ക് വിശ്വാസത്തിൽ വളരുവാൻ അടുത്തൊരു സ്റ്റെപ്പ്. പല ആൾക്കാർക്കും ഇപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ഉണ്ടായെന്നുള്ളത് പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട്. ചിലർ ചിന്തിക്കും, എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത്, എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് കർത്താവിനാലുള്ള അനുഗ്രഹങ്ങളെ ഉണ്ടാകുന്നത് എന്നൊരു ചിന്ത പല ആൾക്കാരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ എനിക്കിപ്പം എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോരുത്തരും മെസ്സേജ് അയക്കുമ്പോൾ, ഞാൻ ഇന്ന് ഒരാളോട് പറഞ്ഞു, വൈകുന്നേരം ആകുമ്പോൾ ഒരു മെസ്സേജ് അയക്കും, ബ്രദർ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ഉണ്ടാകുന്ന ചോദിക്കും. പിറ്റേ ദിവസം ഒരാൾ ചോദിക്കും. അപ്പോൾ ഇന്ന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ, ഒരു വചന മെസ്സേജിലൂടെ നമുക്ക് ഒരുമിച്ച് എങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ ഉണ്ടായതെന്ന് നമുക്കിന്ന് ക്രിസ്തുവിലൂടെ പഠിക്കാം. അതിനായിട്ട് ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾ കഴിവതും നിങ്ങൾ ചിലപ്പോൾ ആളുകൾ, നിങ്ങൾക്ക് എക്സൈറ്റ്മെൻ്റ് ആണെന്ന് എനിക്കറിയാം കർത്താവ് ചെയ്ത കാര്യങ്ങൾ പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ അത് മാത്രം പറയുക. അതാണ് കുറച്ചും കൂടെ നമുക്ക് എളുപ്പം. കാര്യം നമുക്കത് മുന്നോട്ട് പോകും കുറച്ചും. അല്ലെങ്കിൽ നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സമയം എടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ കൃപയാൽ നമുക്ക് നോക്കാം, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കർത്താവിൻ്റെ പ്രവൃത്തി നമുക്ക് ഉണ്ടാകുന്നത് എന്ന് കാണാൻ വേണ്ടി ഒന്ന് രണ്ട് വചനത്തിലൂടെ നമുക്ക് ഇന്ന് നിങ്ങൾക്ക് കേൾക്കാം. അതിനായിട്ട് നമ്മൾ തുടർമാനമായിട്ട് കേട്ടുകൊണ്ടിരുന്നത്, ദൈവത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ കർത്താവിൽ എന്ത് ചെയ്യണം, വിശ്വസിക്കണം. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ശക്തിപ്പെടണം എന്നുള്ളതാണ്. പലരും പല അഭിപ്രായമാണ് പറഞ്ഞത്. അതൊന്നുമല്ല, ശക്തിപ്പെടുക എന്നുള്ളതാണ് കറക്റ്റ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, വചനം വളരെ ശ്രദ്ധിക്കണം. ശക്തിപ്പെടണം. നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മീയമായിട്ട് നമ്മൾ ശക്തിപ്പെടണം. എങ്ങനെയാണ് ആത്മീയമായിട്ട് ശക്തിപ്പെടാമെന്നുള്ളത് ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാൻ വേണ്ടി പോവാണ്. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് അനുഗ്രഹമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. വളരെ ശ്രദ്ധിച്ചിരുന്നോണം. ദൈവപ്രവൃത്തി എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്?
ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് കേൾക്കാം. ഇവിടെ നമ്മൾ ഇന്നലെ കേട്ടു ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാള്. എന്താണ് ഉയർത്തിപ്പിടിക്കേണ്ടതെന്നുള്ളത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഉയർത്തിപ്പിടിക്കുവാൻ വിശ്വാസം എന്ന പരിചയം. വിശ്വാസം എന്ന പരിചയം എന്ത് ചെയ്യണം? ഉയർത്തിപ്പിടിക്കണം. അപ്പോൾ എങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതെന്നുള്ള ഞാൻ പറഞ്ഞിരുന്നു. എങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും? സൂപ്പർ നാച്ചുറൽ, അസാധാരണമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. അസാധാരണമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് നമ്മൾ ഉയർത്തിപ്പിടിക്കണം. നമ്മുടെ മുമ്പിൽ ഒരു ബാങ്കിൻ്റെ വഴിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വഴിയോ ഒരാൾ സഹായിക്കാമെന്ന് പറഞ്ഞ വാതിലൊക്കെ അടയുമ്പോൾ നമ്മളങ്ങ് ഭാരപ്പെട്ട് നിലവിളിക്കുക. അങ്ങനെ ഒരു വഴി അടഞ്ഞാൽ നിങ്ങൾ പറയണം 10 ദൂതന്മാരെ ദൈവം അയച്ചെനിക്ക് നന്മയുണ്ടാകും. അങ്ങനെ നമ്മൾ പറഞ്ഞു പഠിക്കണം. വിശ്വാസം എന്ന പരിച ഉയർത്തിപ്പിടിക്കുവാൻ പഠിക്കണം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു വാക്കാണ് രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാള്. പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാള്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗസൗഖ്യം, പ്രാർത്ഥനയിലൂടെ രോഗസൗഖ്യം കിട്ടിയവരെത്ര പേരുണ്ട്? രോഗസൗഖ്യം ലഭിച്ചവർ മാത്രം. ഞാൻ ഈ സൂം പ്രേയറിന്റെ സമയത്ത് പലരോട് പറഞ്ഞു നിങ്ങൾ വിളിക്കുക. എത്ര പേർക്ക് രോഗസൗഖ്യം? ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. വചനം പറഞ്ഞ് രോഗസൗഖ്യം ലഭിച്ചവരാരെങ്കിലും ഉണ്ടോ? വചനം പറഞ്ഞ് രോഗസൗഖ്യം ലഭിച്ചവരുണ്ടോ? ആമേൻ. വചനം പറഞ്ഞ് രോഗസൗഖ്യം. സിസ്റ്റർക്ക് എന്നായിരുന്നു രോഗം? എന്തായിരുന്നു അസുഖം? എനിക്ക് ഒരു ആഹാരവും കഴിക്കാൻ പറ്റത്തില്ല. ചോറും കഞ്ഞി അല്ലാതെ മറ്റൊരു ആഹാരം കഴിക്കാനൊക്കത്തില്ല. എൻ്റെ വയറ്റിൽ സുഖം ആകത്തില്ലത്. ഉടനെ അത് വയറ് വീർക്കുക, ഗ്യാസ് ഉണ്ടാകുക, പല വിധത്തിലുള്ള അസുഖങ്ങളായിരുന്നു. ഈ വചനം പറഞ്ഞിപ്പോ കഴിച്ചപ്പോ തൊട്ട് എനിക്ക് ഇന്ന് ഒരു 10-15-20 ദിവസം കൊണ്ട് എല്ലാ ആഹാരവും കഴിക്കാൻ എനിക്ക് ദൈവം കൃപ തന്നു. എത്ര നാളായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? എത്ര നാൾ? ഞാൻ ചോദിക്കും അത് മാത്രം. എത്ര നാളായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഒരു 10-15 വർഷം കൊണ്ടേ ഉണ്ട് ഇത്. ഇനി കേട്ടോണം. ഇനി ഞാൻ ഇടയ്ക്ക് ചോദിക്കുക. അപ്പോൾ എല്ലാവരും നോക്കണേ, ഈ ഡോക്ടർമാരൊക്കെ ചോദിക്കുന്ന പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യാൻ പോവുക, എങ്ങനെയാണ് ഒരു വ്യക്തിക്കകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി, അതായത് അത്ഭുതം ഉണ്ടാകുന്നത് നമുക്ക് സാക്ഷ്യങ്ങളിലൂടെ പഠിക്കാം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇങ്ങനെ കേൾക്കാൻ? എനിക്ക് ആഗ്രഹമുണ്ട്. ആമേൻ, തീർച്ചയായും. അപ്പൊ ഞാൻ ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം, ക്ഷമയോടെ കാത്തിരിക്കണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കയറി പോകും. അപ്പോൾ ശ്രദ്ധിച്ചോണം. ആൻറ്റി പറഞ്ഞു 10-20 വർഷമായിട്ട് ആൻറ്റിക്ക് ചോറ് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ, അത് വേറെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. 10-20 വർഷമായിട്ട് പുറത്തോളം കാലപ്പഴക്കം ചെന്ന ഒരു അസ്വസ്ഥത വയറ്റിലുണ്ടായിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം നിങ്ങൾ കേട്ടു വലിയൊരു രോഗസൗഖ്യം. അപ്പോൾ 20 വർഷമായി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ആ രോഗം, ആ അസ്വസ്ഥത വചനം പറഞ്ഞപ്പം സൗഖ്യമായി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം, എനിക്കൊരു ദൈവപ്രവൃത്തി വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശ്രദ്ധിച്ചോണം. ഇന്ന് നമ്മൾ അതാണ് കേൾക്കാൻ പോകുന്നത്. ആ വചനമാണ് നമ്മളിന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്. അതിനിടയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ആലോചനയോട് ഇടപെടും. അതുകൊണ്ട് അത് പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നോണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, വചനം എന്നത് ആത്മാവിൻ്റെ വാളാണ്. ശ്രദ്ധിച്ചോണം, നമ്മുടെ അകത്തിരിക്കുന്ന ആത്മ മനുഷ്യന് ആയുധമുണ്ട്. ആ ആയുധത്തിൻ്റെ പേരാണ് വചനം എന്ന ആത്മാവിൻ്റെ വാള്. ഇനി ശ്രദ്ധിച്ചോണം, പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു വചനം. വാള് നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ വാളെന്ന് പറഞ്ഞാൽ ഇന്ന് അതങ്ങനെ ഉപയോഗിക്കുന്നില്ല ആൾക്കാരൊന്നും. പണ്ടത്തെ യുദ്ധത്തെ കാലഘട്ടങ്ങളിൽ പടയാളികൾ എന്ത് ചെയ്യും? വാള് ഏന്തിയാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. നമുക്ക് പകരം കത്തിയും അങ്ങനെയുള്ള കാര്യങ്ങളെ ഇപ്പോൾ ഉള്ളൂ. ഈ വാള് എന്നുള്ളത് നമുക്കറിയാം ശത്രുവിനെ വെട്ടി വീഴ്ത്തുവാനുള്ളതാണ് വാള്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായല്ലോ, വചനം എന്ന വാളെന്ന് പറഞ്ഞാൽ ശത്രുവിനെ വെട്ടി വീഴ്ത്തുക. ശത്രു എന്ന് പറഞ്ഞാൽ അയൽവക്കംകാരനല്ല ശത്രു, കൂട്ടുകാരനോ നാട്ടുകാരനോ നിങ്ങളുടെ ജോലി സ്ഥലത്തെ ആൾക്കാരുമല്ല. ബൈബിൾ പറയുന്നു ജഡരക്തങ്ങളല്ല, അതായത് മനുഷ്യനല്ല നമ്മുടെ ശത്രു, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളും വാഴ്ചകളും അധികാരങ്ങളുമാണ്, പൈശാചിക ലോകമാണ്. ഇതിനെ വെട്ടണമെങ്കിൽ മനുഷ്യൻ്റെ വാളുകൊണ്ട് പറ്റത്തില്ല, പകരം വചനമെന്ന വാളുകൊണ്ട് വെട്ടണം. ഇനി ഞാൻ ഇന്നാൾ ചോദിച്ചതാണ്, നമ്മുടെ നാട്ടിലെ കണ്ടുവരുന്ന, ഇന്ന് നമുക്കില്ല, ഉപയോഗിക്കുന്നില്ല, എങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് വാളുകൊണ്ട് വെട്ടുന്നത്? ആർക്കെങ്കിലും അറിയാവോ? ചരിത്രമൊക്കെ പഠിച്ചവരല്ലേ. എങ്ങനെയാണ് വാളുകൊണ്ട് വെട്ടുന്നത്? വാളുകൊണ്ട് എങ്ങനെയാണ് വെട്ടുന്നത്?
ഒരു വ്യക്തി എങ്ങനെയാ വാള് കൊണ്ട് വെട്ടുന്നത്? കയ്യിൽ പിടിച്ചിട്ട്. ആ, കൈ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാള് വെട്ടുന്നത്. അങ്ങനെയെങ്കിൽ വചനം എന്ന വാള് ഒരു വ്യക്തിക്ക് വെട്ടണമെങ്കിൽ വചനം എന്ന വാള് എന്തിലൂടെ ആയിരിക്കും വെട്ടാൻ കഴിയുന്നത്? ഏതായിരിക്കും? നാവിലൂടെ. ഇനി ശ്രദ്ധിച്ചോണം. അപ്പൊ ആന്റി പറഞ്ഞു 10-20 വർഷമായിട്ട് രോഗത്താൽ ഭാരപ്പെട്ടിരുന്നു. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ, അങ്ങനെയല്ല ആന്റി, വചനം പറഞ്ഞ് എന്ത് ചെയ്തു? വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോ? വചനം പറഞ്ഞപ്പോ എന്ത് ചെയ്തു? ആന്റി പോയോ? എനിക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാൻ സാധിക്കുന്നു. വചനം പറഞ്ഞപ്പോ എന്ത് ചെയ്തു? സൗഖ്യമായി, അല്ലേ? അവിടെ എന്താണ് സംഭവിച്ചത്? ശ്രദ്ധിച്ചോണം. എത്ര നേരം ആന്റി വചനം പറഞ്ഞു? എത്ര പ്രാവശ്യം പറഞ്ഞു ഒരു ദിവസം? രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ടും, പിന്നെ നടന്ന് ജോലി ചെയ്യുന്ന സമയത്തെല്ലാം പറഞ്ഞുകൊണ്ടേ നടക്കും. മതി ശ്രദ്ധിച്ചോണം. അപ്പൊ ആന്റി പറഞ്ഞ് ശ്രദ്ധിച്ചോണം. രാവിലെയും പറഞ്ഞു, ഉച്ചയ്ക്കും പറഞ്ഞു, വൈകുന്നേരവും പറഞ്ഞു, നടക്കുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ വചനം പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചോണം. അപ്പോൾ ഒരു ചോദ്യം, ഈ വചനം പറഞ്ഞപ്പോൾ ഇത്രയും വർഷമായിട്ടുണ്ടായിരുന്ന ശരീരത്തിലുണ്ടായിരുന്ന രോഗം എങ്ങനെയാണ് മാറിയെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ആ രോഗമാക്കി നമ്മളെ വെച്ചുകൊണ്ട്, ഇപ്പം ഞാൻ ഇന്നാളും പറഞ്ഞ രോഗം ദൈവം തരുന്നതല്ല. എപ്പോഴും ഓർത്തണം, രോഗം ലോകത്തിൽ നിന്ന് വരുന്നതാണ്. ഇതിനെ വെട്ടി നീക്കുവാൻ രോഗവും ദൈവവും ചേരത്തില്ല. നിങ്ങൾ നോക്കിയാൽ മതി, ദൈവത്തിന്റെ വചനം ഒരിക്കലും നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ രോഗിയാവും എന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രോഗിയാവും. ബൈബിള് പറയുന്നത് എന്തുവാ? യേശുവിന്റെ തിരുമുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ ബൈബിളിലെ വചനവും രോഗവും തമ്മിൽ ചേരത്തില്ല. നിങ്ങൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ വചനം വാളാണ്. ഇനി എന്താണ് ആന്റിയുടെ അകത്ത് സംഭവിച്ചെന്നുള്ളത് നമുക്ക് വചനത്തിലൂടെ തന്നെ കാണാം. ശ്രദ്ധിച്ചിരുന്നോണം. വചനത്തിലൂടെ എങ്ങനെയാണ് ആ രോഗം മാറി എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ പറയും, ദൈവത്തിന്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും അത് പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലും. ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയാവോ? ആന്റിയുടെ ശരീരത്തിൻ്റെ അകത്തിരിക്കുന്ന രോഗം വചനം പറയാൻ തുടങ്ങിയപ്പം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, നിങ്ങൾ പറയും, ബ്രദറെ ഞാനും വചനമൊക്കെ പറയുന്നുണ്ടല്ലോ. ഇനി അതിലോട്ട് വരാൻ പോവാണ്. വചനം പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട്. ശ്രദ്ധിച്ചോണം, ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട്. 2, അത് ചൈതന്യമുണ്ട്. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, ഇരുവായുത്തലയുള്ള വാളിനേക്കാൾ, 2 തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുണ്ട്. അത് എങ്ങോട്ടാ ചെല്ലുന്നറിയാവോ? നിങ്ങളുടെ പ്രാണനിലേക്ക് ചെല്ലും. 2, നിങ്ങളുടെ ആത്മാവിലേക്ക് ചെല്ലും. നിങ്ങളുടെ സദ്ധി മജ്ജകളിലേക്ക് അത് ചെല്ലും. ഇത് അടുത്ത വചനം പറഞ്ഞത് വേർപിടിക്കും വരെ തുളച്ചു ചെല്ലും. എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും അത് വിവേചിക്കും. അതായത് ആന്റി വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വചനം വാഗൊണ്ടാ പറയുന്നത്. ശ്രദ്ധിച്ചോണം. റോമാലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും ഈ വചനം. ശ്രദ്ധിച്ചോണം. എന്നാൽ എന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായും നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, വചനം വായിലും ഇരിക്കണം, ഹൃദയത്തിലും ഇരിക്കണം എന്ന് പറ. വചനം വായിലും ഹൃദയത്തിലും ഇരിക്കണം. ഇനി ശ്രദ്ധിച്ചോണം. നമുക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ബ്രദർമാരെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടാം. തീർച്ചയായിട്ടും ഞാനൊന്നും എതിരൊന്നുമല്ല, പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ വളരണം. ഇപ്പം ആന്റി പറഞ്ഞല്ലോ, ആന്റിയോട് ഞാൻ ചോദിച്ചോട്ടെ, ആന്റി ഞാൻ പ്രാർത്ഥിച്ചിട്ടാണോ ആന്റിക്ക് സൗഖ്യം ഉണ്ടായത്? ആന്റി വചനം പറഞ്ഞിട്ടാണോ സൗഖ്യം ഉണ്ടായത്? ഞാൻ വചനം പറഞ്ഞപ്പോഴെനിക്ക് സൗഖ്യം ഉണ്ടായത്. മതി കേട്ടോണം. അപ്പൊ വചനം പറഞ്ഞപ്പോൾ സൗഖ്യം ഉണ്ടായി. ഞാൻ എന്തിനാ ചോദ്യം കാരണം വെച്ചാൽ, നാളെ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഒന്ന് മാറി എന്നിരിക്കട്ടെ, എൻ്റെ ഫോൺ നമ്പർ മാറി, അല്ലെങ്കിൽ കിട്ടാത്തൊരവസ്ഥ വന്നു, ഒരു ബ്രദർമാരെ കിട്ടാതെ, നിങ്ങളുടെ ഫോൺ വെള്ളത്തിൽ പോയെന്നിരിക്കട്ടെ, പോകത്തില്ല, ഉദാഹരണമാണ്, കേടായിപ്പോയി, അത് വർക്ക് ചെയ്യുന്നില്ല, എന്തുമായിക്കോട്ടെ, കിട്ടാത്തൊരവസ്ഥ വന്നു, നിങ്ങൾക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാവോ? ടെൻഷൻ കയറി എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. പകരം നിങ്ങൾ വചനത്തിലും വിശ്വാസത്തിലും നിങ്ങൾ ബലപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ കഴിയും? ആ വിഷയത്തിൻ്റെ മേൽ ജയമെടുക്കുവാൻ കഴിയും. ബൈബിൾ പറയുന്നു, വചനം നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ശ്രദ്ധിച്ചോണം, വചനം എവിടെ ഇരിക്കുന്നത്? വായിലും ഹൃദയത്തിലും ഇരിക്കുന്നു. കണ്ടോ, ഇവിടെ രണ്ടും വചനം വേണം. അപ്പൊ ഇതിപ്പോ ഞാൻ പറയാം, ഇപ്പൊ ആന്റി പറഞ്ഞു
ഇനി കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ ഇന്നലെ ഒരു സാക്ഷ്യം റെസ്റ്റോറൻറ്റിക്ക് ഉണ്ടോ എന്ന് അറിയത്തില്ല. കുറേ നാളുകളായിട്ട് അസ്ഥിക്കകത്ത് വേദനയായിരുന്നു, 8 വർഷമായിട്ട് കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, കർത്താവ് സൗഖ്യമാക്കി എന്ന് പറഞ്ഞ സഹോദരി ഇന്നുണ്ടോ പ്രാർത്ഥനയ്ക്ക്? ഞാൻ ആ പേര് മറന്നു സിസ്റ്ററുടെ. ഹലോ, ഉണ്ട്. കേൾക്കുന്നു. എത്ര വർഷമായിരുന്നു സിസ്റ്ററെ വേദന ഭാരപ്പെട്ടത്? എനിക്ക് 2000 തുടങ്ങിയതാ. അത് 24 വർഷമായി. 24 വർഷമായിട്ടുള്ള വേദന അതെന്ത് ചെയ്തു? സൗഖ്യമാകുവാൻ ഇടയായി തീർന്നു. അപ്പം ഇത്രയും ഇതെല്ലാം നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ വചനം പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, വചനം പറയുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വചനം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിങ്ങളത് കേൾക്കും. വചനം പറയുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളത് കേൾക്കും. ഈ വചനം കേൾക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്ന വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ എന്താണ് ഈ വിശ്വാസം വന്നു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തും ചിന്തയ്ക്കകത്തും ഒരു വ്യക്തി രോഗിയാകുമ്പോൾ, ഒരു വ്യക്തിക്ക് ഒരു വിഷയം വരുമ്പം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വരുമ്പോൾ, ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും അല്ലേ? അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന നമുക്ക് എന്ത് ചെയ്യും? കരച്ചിൽ വരും. അതുവരെ സന്തോഷിച്ചിരുന്ന നമുക്ക് എന്ത് ചെയ്യും? ഭയം വരും. അതുവരെ കോൺഫിഡൻസോടെ ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യും? പയ്യെ പയ്യെ ഭയത്തിൻ്റെയും നിരാശയുടെയും വാക്കുകൾ പറയാൻ തുടങ്ങും. അത് എവിടുന്നാണ് വരുന്നറിയാവോ? നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും. പയ്യെ പയ്യെ നമ്മൾ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. നമ്മൾ മരിച്ചു പോകുന്നത്, രോഗം വന്നിട്ട് ഭ്രാന്ത് പിടിക്കുന്നത്, നമ്മുടെ കുടുംബജീവിതം തകർന്നു പോകുന്നത്, നമ്മളെ പോലീസ് പിടിക്കാൻ വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്, ഇതൊക്കെ ഉണ്ടാകുന്നത് എവിടെയാണെന്നറിയാവോ? ചിന്തകളിലാണ്. അങ്ങനെ ആർക്കെങ്കിലും വരുന്നുണ്ടോ? വന്നിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ഈ വചനം പറയുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ? നിങ്ങളുടെ ചിന്തയുണ്ട്. രോഗമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്കകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ മരണചിന്തയുണ്ട്. ഒരു രോഗം ഒരു വ്യക്തിക്ക് വരുമ്പോൾ, ഒരു തലവേദന വന്നാൽ പോലും, അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പെട്ടെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത്, യൂട്യൂബിൽ കയറി നോക്കുമ്പോൾ പെട്ടെന്ന് യൂട്യൂബുകാരൻ പറയും ഇത് നിങ്ങൾക്ക് മാരക രോഗത്തിൻ്റെ ലക്ഷണം. അതായിരിക്കും തംബ്നെയിൽ, ഹെഡിങ് അതായിരിക്കും. ഈ സൈൻ, ഈ ഒരു അടയാളം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ ചാടി കയറി ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു തലവേദന നമുക്കുണ്ട്, ചെറിയൊരു പാട് നമ്മുടെ കയ്യിലുണ്ട്, കാലിലും ഒക്കെ ഉണ്ട്. ഉടനെ അയാൾ പറയുന്നു നിങ്ങൾ വലിയ അകത്ത് എന്തോ രോഗമുണ്ട്, കിഡ്നി പോകുന്നു, കരൾ പോകുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പം പെട്ടെന്ന് നമ്മൾ പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ചിന്തകളിലേക്ക് വളരെ വേഗത്തിൽ നമ്മുടെ ഹൃദയത്തിലും ചിന്തകളിലേക്ക് മരണചിന്ത കയറും, മരണഭയം കയറും. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ നമുക്ക് പിന്നെ നിരാശ കയറും, നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. പയ്യെ പയ്യെ നമ്മൾ തന്നെ എന്തോ കുഴപ്പമുള്ളതുപോലെ നമ്മുടെ മനസ്സും ശരീരവും പ്രതികരിക്കാൻ തുടങ്ങും. നമ്മുടെ മനസ്സിന് അങ്ങനെ ഒരു പവറുണ്ട്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? ആക്ട് ചെയ്യാൻ തുടങ്ങും രോഗിയെ പോലെ. ഇനി ഇവിടെ വചനം പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ചിന്തകളെയും ഭാവങ്ങളെയും അത് വിവേചിക്കും. ശ്രദ്ധിച്ചോണെ, വിവേചിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ പറയുമ്പം നിങ്ങൾ ആ വചനം എന്ത് ചെയ്യുക? കേൾക്കുക. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്കൊരു ബലമില്ലാത്ത ഒരാളാണ്, ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ്, എനിക്ക് ധൈര്യമില്ലാത്ത ആളാണ്. പല സ്ഥലങ്ങളിൽ പോയി നിൽക്കാനൊരു എന്താ പറയുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ ഒരു ബലമില്ലാത്ത മനുഷ്യൻ. പക്ഷെ ഞാൻ ഈ വചനം പറയും, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ എല്ലാ കാര്യവും ചെയ്യും. ഇന്ന് ഞാൻ മടിച്ചു നിൽക്കുന്ന ഏത് വിഷയമായിക്കോട്ടെ അതെല്ലാം ഞാൻ ചെയ്യും. ഇത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുവാണ്? കേൾക്കുക. ശ്രദ്ധിച്ചോണം, പറയുമ്പോഴെന്ത് ചെയ്യും? കേൾക്കും. ഇത് കേട്ടിട്ട് ഈ വചനം നേരെ അകത്തോട്ട് ചെന്നിട്ട് നിങ്ങളുടെ ചിന്തയ്ക്കകത്തും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തും ഇരിക്കുന്ന കാഴ്ചപ്പാടുകളുണ്ട്. ഒരിക്കലും നേരെ ആകത്തില്ല, ഒരിക്കലും മാറത്തില്ല, ഞാൻ മരിച്ചു പോകും, ഞാൻ തകർന്നു പോകും, ഞാൻ രക്ഷപ്പെടത്തില്ല, ഞാൻ ഒരിക്കലും ശരിയാകത്തില്ല. ഇതിനെ എന്ത് ചെയ്യുന്നത്? വിവേചിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ആ വചനം തിരുത്തും. ആ വചനം അകത്ത് ചെന്നിട്ട് നമ്മുടെ അകത്തേക്ക് ഒരു പ്രതീക്ഷ തരും. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ വചനത്തിന് എന്തുണ്ടെന്നാണ് പറഞ്ഞത്? ജീവനുണ്ട് അല്ലേ? കർത്താവിൻ്റെ വചനത്തിന് ജീവനുണ്ട്. അപ്പം ജീവനുള്ളതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് പ്രവർത്തിക്കുവാൻ കഴിയും. ഈ വചനം ചെന്നിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? രോഗമായിരിക്കുന്ന നിങ്ങളുടെ മനോഭാവം മാറ്റിയിട്ട് സൗഖ്യമാക്കുവാനുള്ളൊരു മനോഭാവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. അപ്പം നിങ്ങളെ കൂടുതൽ ഉത്സാഹിപ്പിക്കും. നമ്മുടെ ചിന്തയാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ കൂട്ടുകാരിൽ ആരെങ്കിലും ഉണ്ടേ ശ്രദ്ധിച്ചോണം, പെട്ടെന്ന് നിങ്ങളോട് നെഗറ്റീവ് പറയുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടോ? നമ്മൾ വലിയ സന്തോഷത്തോടെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി വരും.
ഏഹ് ഉണ്ട് നെഗറ്റീവ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ കർത്താവ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് വരുന്ന സമയത്ത് വീട്ടുകാരോ നാട്ടുകാരൊക്കെ പറയുമായിരിക്കും, ഓ ഇത് കുറെ കേൾക്കുന്നതല്ലേ. ഇത് കേൾക്കുമ്പം നിങ്ങളുടെ മനസ്സിടിയാറുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ബ്രദർ. ഇല്ല ഇതാണ് ബ്രദർ. ഇതാണ് ചിന്തകളുടെ പവർ. മനസ്സിലാകുന്നുണ്ടോ? ഒരാള് ഒരു വാക്ക് കേൾക്കുമ്പം നമ്മൾ എന്ത് ചെയ്യും? അത് സ്വാധീനിക്കും. ഇതേപോലെ നിങ്ങൾ വചനം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, വചനം പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം വരാൻ വേണ്ടിയാ. മനസ്സിലായോ? വചനം പറയുന്നത് വിശ്വാസം വരാൻ വേണ്ടിയാ. വിശ്വാസം എന്തിനാ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസം വരുമ്പം ദൈവവുമായിട്ട് ഞാൻ കണക്റ്റഡ് ആകും. എബ്രായ ലേഖനം പറയുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ഉണ്ട് എന്ന് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഇവിടെ വചനം പറയുകയാണ്. നിങ്ങൾ ഈ വചനം, ഇപ്പം ആൻറ്റി എന്ത് ചെയ്തു? രണ്ടുപേരുടെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു? വചനം പറഞ്ഞുകൊണ്ടിരുന്നു. രാവിലെ ഉച്ചയ്ക്കും എന്ത് ചെയ്തു? വൈകുന്നേരവും കിട്ടുന്ന സമയത്തുമൊക്കെ ഞാൻ ഇങ്ങനെ അങ്ങ് പറയുക, തൂത്ത് വാരുമ്പോഴും മിറ്റടിക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇപ്പം ആൻറ്റി ഇങ്ങനെ, കർത്താവായ യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, കർത്താവായ യേശുവിൻ്റെ തിരുമുറിവിൽ എൻ്റെ വയറ്റുവേദന മാറിയിരിക്കുന്നു, യേശു മുറിവേറ്റത് എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ്. ഇതിങ്ങനെ തന്നെയും പിന്നെയും പറയുമ്പോൾ വേദന അവിടെ തന്നെ ഉണ്ടല്ലോ. ആ കൊളുത്തിപ്പിടുത്തം അവിടെ തന്നെയുണ്ട്, മുറിവ് അവിടെ തന്നെയുണ്ട്. പക്ഷെ ഇത് തന്നെയും പിന്നെയും പറയുമ്പോൾ ഈ വചനം എൻ്റെ ഉള്ളിൽ ചെന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ വചനം, ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോണം. വിശ്വാസം കേൾവിയാലും, കേൾവി എന്ത് ചെയ്യുന്നു? കേൾവി വചനത്താൽ. കണ്ടോ? ഇവിടെ നിങ്ങൾ കേട്ട ഈ വാക്യം കാണാൻ പറ്റുന്നുണ്ടോ? റോമാലേഖനം 10-17 വാക്യത്തിൽ, ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനം. അപ്പൊ വിശ്വാസം കേട്ടാലേ എന്ത് ചെയ്യത്തുള്ളൂ? വരത്തുള്ളൂ. ഇപ്പൊ മനസ്സിലായോ? ഈ വചനം ശ്രദ്ധിച്ചോണം. ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഇത് ശ്രദ്ധിച്ചോണം. എന്നാൽ വിശ്വസിക്കാത്തവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? അപ്പൊ കേട്ടാൽ എന്തുണ്ടാവും? വിശ്വാസം ഉണ്ടാവും. നിങ്ങൾ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? അപ്പൊ കേട്ടാൽ എന്തുണ്ടാവും നമുക്ക്? വിശ്വാസം ഉണ്ടാവും. അടുത്ത വാക്യത്തിൽ പറയുന്നു, പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്. വിശ്വാസം പറഞ്ഞെങ്കിൽ കേൾക്കണം. ഇനി കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആരെങ്കിലും പറയണം. നോക്കി മനസ്സിലാകുന്നുണ്ടോ? രണ്ട് കാര്യം ശ്രദ്ധിച്ചോണം. ഒന്ന്, കേൾക്കാതെ എങ്ങനെ, ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുന്ന സ്ക്രീനെ നോക്കിയാൽ മതി. കേട്ടിട്ടില്ലാതെ എങ്ങനെ വിശ്വസിക്കും? ഇപ്പം നിങ്ങൾ പറയുക, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ചോദിക്കുന്നത് നമ്മുടെ പ്രെയർ വലിയ ഇതാന്നുള്ളതുകൊണ്ടല്ല. നമ്മുടെ ഈ കൂട്ടായ്മയിൽ വന്നിട്ട് വചനം കേട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന്റെ അത്ഭുതം ലഭിച്ച ആരെങ്കിലും ഉണ്ടോ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഉണ്ട് ചുരുക്കം വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു രോഗസൗഖ്യത്തിന്റെയോ ഒരു അത്ഭുതത്തിന്റെ ചുരുക്കം വാക്കിലേ പറയുള്ളൂ. ഒരു അത്ഭുത സൗഖ്യം എന്ന് പറയാമോ? ചുരുക്കം വാക്കിൽ എക്സ്പ്ലെയിൻ എന്റെ അമ്മ ചെയ്യരുത്. നടക്കാതിരിക്കുവായിരുന്നു. എന്റെ അമ്മ സ്ട്രോക്ക് വന്ന് കിടക്കുമായിരുന്നു. ഞാൻ വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ അമ്മ നടക്കാൻ തുടങ്ങി. എന്റെ അമ്മ നടക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു. അടിപ്പണരാനുള്ള സൗഖ്യം, കർത്താവിന്റെ അടിപ്പണരാനുള്ള സൗഖ്യം എന്റെ അമ്മയിൽ വ്യാപരിച്ചെന്ന് പറഞ്ഞു. ഓടം നടന്നു. 1.5 വർഷം കൊണ്ട് ആമേൻ. മതി സിസ്റ്ററെ. അപ്പൊ കേട്ടോണം. അപ്പൊ അമ്മ സ്ട്രോക്ക് വന്ന് കിടക്കുവാണ്. അമ്മ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. കുറച്ച് നാളായിട്ട് നമ്മൾ കേട്ടതാണ് ആ സാക്ഷ്യം ഗീതാ സൗകര്യ പറഞ്ഞത്. ഗീതാ സൗകര്യം എന്തെന്ന് വെച്ചാൽ, ആരും പറയാതെ എങ്ങനെ കേൾക്കും? അമ്മ മുഴുവൻ കേൾക്കുന്നത് എന്തായിരിക്കും അറിയാവോ? ഓ, ഇനിയിപ്പോൾ വയസ്സായില്ലേ, ഇനിയിപ്പോൾ എങ്ങനെ നടക്കാനാ? ഇതായിരിക്കും അമ്മ കേട്ടോണ്ടിരിക്കും. മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അമ്മ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഓ, ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ എങ്ങനെ നടക്കാനാ? നമ്മൾ ടി വി ഒക്കെ പരസ്യം കണ്ടിട്ടില്ലേ? പ്രായമായവർ എല്ലും തേയ്മാനം ഉണ്ടാകും, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒത്തിരി പരസ്യങ്ങളും ഉണ്ടല്ലോ. പക്ഷെ ആ സിസ്റ്റർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഗീതാ സൗകര്യം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ആരും പറയാതെ എങ്ങനെ കേൾക്കും? കേൾപ്പിച്ചു അമ്മേനെ. യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യമുണ്ടാകും, യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യമുണ്ടാകും. പാൻറ് പറഞ്ഞതുപോലെ ഫിക്സ് വന്ന് തളർന്ന് കിടക്കുമായിരുന്നു. അമ്മ എണീറ്റ് സൗഖ്യമായിരുന്നു, നടന്നു. അല്ലേ? നമ്മൾ കേട്ടതാണ് ആ സാക്ഷ്യം. ഓക്കറിന് സഹായമില്ലാതെയൊക്കെ അമ്മ നടന്നു. ആമേൻ. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇത് കേൾക്കണമെങ്കിൽ ആര് പറയണം? ഇപ്പൊ നിങ്ങൾ എന്തിരിക്കും, ബ്രദർ എന്നോട് ആര് പറയാനാ? അല്ലേ? നമ്മുടെ ചോദ്യം അതാണ്. എന്നോട് ആര് പറയാനാ? ആരും പറയാനില്ലെങ്കിൽ നിങ്ങൾ പറയണം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്,
ആൻറ്റിയുടെ എടുത്ത് ചോദിച്ചത് ബ്രദർ പ്രാർത്ഥിച്ചിട്ടാണോ അത് ആൻറ്റി പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടാണോ സൗഖ്യം കിട്ടിയ ചോദിക്കാൻ കാരണം ആൻറ്റി തന്നെത്താൻ പറഞ്ഞു. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ വന്നുകൊണ്ട് ആൻറ്റി എന്തിയെ പോയോ ആൻറ്റി? ആദ്യം സാക്ഷ്യം പറഞ്ഞ ആൻറ്റി എന്തി? ബ്രദറെ റോസ് ഉണ്ട് ആ ഉണ്ട് ഉണ്ട്. പൊന്നമ്മാൻറ്റി, ഞാൻ ചോദിച്ചോട്ടെ, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ ആരെങ്കിലും വീട്ടിൽ വന്ന് വചനം പറഞ്ഞു സൗഖ്യമാവും ഇല്ല സൗഖ്യമാവുന്നു? ഇല്ല ഇല്ല. ഇല്ല ഇല്ല, ആർക്കാ ഞാൻ സമയം? തന്നെ. ആർക്കാ സമയം? ഒന്നാലോചിച്ച് നോക്കിയാൽ ആർക്കാ സമയം? പക്ഷെ ആൻറ്റി തീരുമാനിച്ചു എനിക്കിഷ്ടം പോലെ സമയമുണ്ട്. രാവിലെയും സമയമുണ്ട്, ഉച്ചയ്ക്കും സമയമുണ്ട്. ബസ് കൂലി വേണ്ട, ഓട്ടോ കൂലി വേണ്ട, ഒരു കൂലിയും വേണ്ട, തന്നെ പറയാം. ആൻറ്റി ശീലിച്ചു, തന്നെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് സൗഖ്യങ്ങൾ നടന്നു. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ തുടർമാനമായിട്ട് രോഗസൗഖ്യം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വിഷയം എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന വചനം എന്ന വാളിനെ പറ്റി പറയുക. ഇപ്പോൾ വചനം എന്ന വാൾ നിങ്ങളിത് പറയുമ്പം ഇത് നേരെ ചെല്ലുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ പ്രാണനിൽ, നിങ്ങളുടെ ശരീരത്തിൽ, ഇതിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്ന നെഗറ്റീവുകളെ, നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വീടിൻ്റെ അകത്തിരിക്കുന്ന വിഷയങ്ങളെ ഇതെന്ത് ചെയ്യുന്നു വെച്ചൊരു വാള് പോലെ വെട്ടി നീക്കും. എന്നിട്ട് നമ്മുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരും. എന്താ കൊണ്ടുവരും? നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടം പൊട്ടിക്കരഞ്ഞ് ആ ബെഡിലോട്ട് കിടക്കാനാണ്, അല്ലേ? പൊട്ടിക്കരഞ്ഞിട്ട് ആ ബെഡിലോട്ടം കിടന്ന്, അല്ലെങ്കിൽ ഒരു 10 പേരെ വിളിച്ചിട്ട് ഞാൻ വലിയ പ്രശ്നത്തിലായി, എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവരെല്ലാം വിളിച്ചിട്ട് പറയും സാരമില്ല സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, സാരമില്ല പ്രാർത്ഥിക്കാം, സാരമില്ല പ്രാർത്ഥിക്കാം, സാരമില്ല പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞത് ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു കേട്ടോ, ഈ ദിവസങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു 20 ദിവസം വചനം ഏറ്റുപറയാൻ ഞാൻ പറഞ്ഞിരുന്നല്ലേ? എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ചെയ്യുന്നവരെ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഈ വചനം പറയുമ്പോൾ ഈ വചനം നിങ്ങളുടെ ചിന്തകളിലേക്ക് വരും. ഈ ചിന്തകളിൽ വരുമ്പോൾ എന്നാ സംഭവിക്കുന്ന അറിയോ? നമ്മുടെ ചിന്തയ്ക്കകത്താണ് മുഴുവൻ കാര്യം കിടക്കുന്നത്. ഇപ്പോൾ രോഗം വന്നാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് ഇതേ രോഗമുള്ള നമ്മുടെ കുടുംബത്തിലെ കൂട്ടുകാരാരെങ്കിലും ഉണ്ടോ? ഇനി രണ്ടാമത് നമ്മൾ അന്വേഷിക്കുന്നത് ഈ രോഗം വന്ന്, ചിലപ്പോൾ ഇതായിരിക്കും ആദ്യം അന്വേഷിക്കുക, ഈ രോഗം വന്ന് മരിച്ച ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ രക്ഷപ്പെടാത്ത ആൾക്കാരുണ്ടോ? ആദ്യം നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്, നമ്മുടെ ചിന്ത, ഈ ലോകത്തിനൊരു പ്രത്യേകത നെഗറ്റീവാണ് ആദ്യം പിടിക്കുന്നത്. എന്നാൽ ശ്രദ്ധിച്ചോണം, കർത്താവിൻ്റെ വചനം നമുക്ക് പ്രതീക്ഷ നൽകുന്നത് നമ്മുടെ ഹൃദയത്തിലോട്ട് ചെല്ലും. നിങ്ങളിപ്പോൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് വിചാരിച്ചു, രാവിലെ എണീറ്റ ഉടനെ നിങ്ങൾ പറയുക പാമ്പുകളെയും തേളുകളെയും കർത്താവ് അനുകരുതരുത്, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വീണ്ടും പറയാം പാമ്പുകൾ, ജോലി ചെയ്യുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചായ ഉണ്ടാക്കുമ്പോഴും പാത്രം കഴിവിലൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്താഗതി മാറ്റം വരും. എന്താ കാര്യം എന്നറിയാവോ? ഈ വചനം അകത്ത് ചെന്നിട്ട് നിങ്ങളുടെ തോൽവിയുടെ ചിന്ത, നിങ്ങളെ എന്താണോ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, എന്താണോ നിങ്ങളുടെ വിഷയം, ആ വിഷയത്തിൻ്റെ മേൽ ഈ വചനം അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലും. ഞാൻ ഈ ഇറങ്ങിച്ചെല്ലുന്ന വഴിയാണ് പറഞ്ഞേക്കുന്നത്. ഈ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതെന്നറിയോ? ഇത് നിങ്ങളുടെ അകത്തൊരു വിശ്വാസത്തെ ഉണ്ടാക്കും. ഈ വിശ്വാസത്തെ ഉണ്ടാക്കുന്ന എന്തിനാണെന്നറിയാവോ? ദൈവവുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുക. യേശു പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശു പള്ളിപ്രമാണിയുടെ മോള് മരിച്ച വാർത്ത വീട്ടിൽ നിന്ന് പറഞ്ഞ സമയത്ത് വചനം ഓർക്കുന്നവർ ശ്രദ്ധിച്ചോണം. യേശു ആ പിതാവിനോട് എന്നാ പറഞ്ഞത്? വിശ്വസിക്കുക മാത്രം ചെയ്യുക, ഭയപ്പെടേണ്ട, കണ്ടോ? അപ്പൊ നമ്മളത് പലവട്ട വചനം ചിന്തിച്ചതല്ല. യേശു പറയുകയാണ് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അപ്പൊ യേശു എന്തിനാണ് യേശു പറഞ്ഞ ആ വിശ്വാസത്തെ എന്തിനാണ് യേശു കൊടുക്കുന്നതിന്റെ കാര്യം? വിശ്വാസത്തിലൂടെ മാത്രമേ ദൈവവുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, ഈ പിശാചും വിശ്വാസമായിട്ട് ചേരുവോ? നിങ്ങൾ പറ. ഇല്ല. ഇല്ല. പിശാച് നമുക്ക് തരുന്നത് അവിശ്വാസമാണ്. മനസ്സിലായോ? അവിശ്വാസമാണ് പിശാച് തരുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വിശ്വാസം തരും. നമ്മുടെ ഉള്ളിൽ അവിശ്വാസം കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിശാച് പറയുന്നത് കേൾക്കാൻ തുടങ്ങും. ഓ, ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല, എൻ്റെ രോഗം മാറാൻ പോകുന്നു, എൻ്റെ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നില്ല, എൻ്റെ ഗതി അതോ ഗതി, ഞാൻ ജന്മത്തിൽ രക്ഷപ്പെടത്തില്ല. ഇന്നിങ്ങനെയുള്ള സംഭവങ്ങൾ അവിശ്വാസം കണക്ട് ചെയ്യും. വിശ്വാസം ഉണ്ടാകുമ്പോൾ ദൈവവുമായിട്ട് കണക്ഷൻ ഉണ്ടാകും നമുക്ക്. അങ്ങനെയാണ് സൗഖ്യങ്ങൾ നടക്കുന്നത്. മനസ്സിലായോ? ദൈവവുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ അവിടെ ഞാൻ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ കുറച്ച് ദിവസം അടുപ്പിച്ച്, ഇപ്പം ആൻറ്റി പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന മാക്സിമം നമ്മൾ വചനം പറ. അപ്പോൾ തന്നെ ചോദിച്ചു, ബ്രദറെ ഞാൻ വചനമൊക്കെ പറയുന്നുണ്ട്. ആദ്യം മനസ്സിലാക്കണം, ഞാൻ ഈ വചനം പറയുന്നത് തന്നെ എന്തിനാണെന്നറിയാവോ? എന്തിനാ വചനം പറയുന്നത്? ബലപ്പെടാൻ.
ബലപ്പെടുക നമ്മൾ ബലപ്പെടുക എന്നുള്ള വശമാണ്. എല്ലാം ഏറ്റെടുക്കാൻ. അത് മാത്രമാണ്, ഏറ്റെടുക്കാൻ വേണ്ടി മാത്രമല്ല. ദൈവ- കുറച്ചും ദൈവ- 17-ാം വാക്യം ആശ്രയിക്കുക. 17-ാം വാക്യം എന്ന് പറയാമോ? ഓർമ്മയുണ്ടോ? വിശ്വാസം റോമാലേഖനം. കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ ഞാൻ എന്തിനാണ് ഈ പറയുന്നത് മനസ്സിലായി ബദറെ? ഞാൻ ഈ വചനമൊക്കെ പറയുന്നുണ്ട് ബദറെ. ആദ്യം മനസ്സിലാക്കി ഇത് പറയുന്നതിന്റെ കാരണം വിശ്വാസം ഉണ്ടാകാനും. എന്തിനാ വിശ്വാസം ഉണ്ടാകുന്നത്? എന്തിനാ വിശ്വാസം എനിക്ക് ഉണ്ടാകുന്നത്? ദൈവശക്തി നമ്മൾ പ്രവർത്തിക്കും. ശ്രദ്ധിച്ചോണം. എന്തിനാണ് വിശ്വാസം ഉണ്ടാകുന്നത് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതാണ്, വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാവോ? ഞാനിത് പറഞ്ഞു തരാം. എങ്ങനെ എന്താ വിശ്വസിക്കുമ്പോൾ എങ്ങനെയാ വിശ്വസിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? ഒരു വ്യക്തി വിശ്വസിക്കണം. ദൈവത്തിന്റെ അത്ഭുതം നടക്കും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വിശ്വാസത്തിലൂടെ. വിശ്വസിക്കുന്നവർക്ക്, നമ്മൾ ആ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്യമുണ്ട്, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി. ഇപ്പൊ മനസ്സിലായോ? നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളുടെ ശക്തി എൻ്റെ. നിങ്ങൾ ആ വചനം നോക്കി 19-ാം വാക്യം ഒന്ന് വായിച്ച്, 1-19 വായിച്ച്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കും. ആമേൻ. ഇനി ഞാനൊരു ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമ്മളിപ്പം സൂമിൽ ഏകദേശം ഒരു 95 പേരുണ്ട്. എനിക്ക് തോന്നുന്നത് 100 കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് കയറാൻ കഴിയത്തില്ല. 100-ൻ്റെ ഒരു ഇതാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടേക്കുന്നത്. എനിക്ക് തോന്നുന്നു ലിങ്കിൽ കയറാൻ പറ്റുന്നില്ലാതെ നേരെ നിങ്ങളിപ്പം ഇന്ന് മുതൽ നേരെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോട്ട് വരിക. കാരണം വെച്ചാൽ അടുത്ത ദിവസം പോലും നമുക്ക് 100-ൻ്റെ മാറ്റിയിട്ട് എന്ത് ചെയ്യാം, അത് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ആൾക്കാർക്ക് കയറാൻ പറ്റാതെ വരുമ്പോൾ ലോക്കായി പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ പേര് വാട്സാപ്പിൽ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കയറാൻ പറ്റാത്തത് നിങ്ങൾക്ക് ലോക്ക് ആയതുകൊണ്ടാണ്. പെട്ടെന്ന് നിങ്ങൾ ഫേസ്ബുക്കിൽ നമ്മുടെ പേജിലോട്ട് വരിക. ഇപ്പോൾ ഇവിടെ പറയുകയാണ്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. ഇനി ശ്രദ്ധിച്ചോണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു കാര്യം ചോദിക്കുവാണ്. ജോളി വെദറിന് വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ ആണോ ഈ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ ഉണ്ടായത്? ഉറപ്പായിട്ടും. അതെ അതെ. എനിക്ക് എന്നും നമ്മൾ ഈ ക്ലാസ്സിൽ കയറിയ പോലെ അല്ലേ? അതെ അതെ. അതായത് ഞാൻ ഡിസംബർ 15-നാണ് ക്ലാസ് കയറി. അതിനുശേഷം എന്നില് വചനങ്ങൾ വല്ലാണ്ട് സ്വാധീനിക്കാൻ തുടങ്ങി. എനിക്ക് പ്രാർത്ഥിക്കാനായിട്ടൊരു വല്ലാത്തൊരു ടെൻഡൻസി ഉണ്ടായി. ഞാൻ അടുത്ത് ചോദിക്കാവേ. ശ്രദ്ധിച്ചോണേ. ഇപ്പം എല്ലാവർക്കും താല്പര്യമുണ്ടോ മുന്നോട്ട് കേൾക്കാൻ? ഞാൻ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയെ കൊണ്ടുവരുന്നതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജോളി ബദർ പറഞ്ഞു, ഡിസംബർ മുതൽ നമ്മുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നു, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ വിശ്വസിക്കണം, എങ്ങനെയാണ് ദൈവം, അത് പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നത് ഞാൻ നിങ്ങൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ജോളി ബദർ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം പറഞ്ഞു, അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുവരെ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല അല്ലേ? ജോളി ബദർ അതിനു മുമ്പ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളല്ല. പക്ഷെ വചനം കേട്ടപ്പോൾ ഒരു പ്രേരണ, പ്രാർത്ഥിച്ചാൽ രോഗം മാറും. അങ്ങനെ ഒത്തിരി സാക്ഷികൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു. ഒത്തിരി നേരം എനിക്ക് തോന്നുന്നു ജോളി ബദർ ഒത്തിരി സാക്ഷികൾ പറയാൻ ഇടയാത്തീർന്നു, തൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ. അപ്പം വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, വചനം കേട്ടപ്പം, താൻ അത് പറയുവാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ? അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കകത്ത് ഒരു പ്രേരണ ഉണ്ടായി. യേശുവിൻ്റെ നാമത്തിൽ വിഷയങ്ങൾ മാറും, ഞാൻ പ്രാർത്ഥിച്ചാൽ മാറും. അതുവരെ സാധാരണക്കാരനെ പോലെ വചനമൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷെ തൻ്റെ ചിന്തകൾക്കകത്തൊരു സ്വാധീനമുണ്ടായി. അതിൻ്റെ കാരണം എന്തെന്നറിയാവോ? ജോളി ബദർ കേൾക്കാൻ തുടങ്ങി, തന്നിലൂടെയും ദൈവപ്രവൃത്തി ഉണ്ടാകാൻ തുടങ്ങി. താനത് കേട്ടത് കൊണ്ട്, നമ്മൾ കഴിഞ്ഞ് കുറച്ചു മുമ്പ് കേട്ടതുപോലെ, ആരും പറയാതെ എങ്ങനെ കേൾക്കും, ഇനി കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? പിടി കിട്ടിയോ? അപ്പൊ കേട്ടത് കൊണ്ട് എന്നാ സംഭവിച്ചത്? തന്നെ വിശ്വാസം ഉണ്ടായി. നിങ്ങൾ പ്രത്യേകിച്ച് വിശ്വസിക്കാൻ പോകണ്ട. ഞാൻ എളുപ്പം മാർഗം പറഞ്ഞുതരാം. നിങ്ങൾ പറയുമ്പോൾ അത്ര എനിക്ക് അത്രയും വിശ്വാസമൊന്നുമില്ല, അതുണ്ടാകുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. തുടർമാനമായിട്ട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ അകത്ത് ചെന്നിട്ട് നിങ്ങളുടെ അകത്തൊരു വിശ്വാസത്തെ ഉണ്ടാക്കും. ഈ വിശ്വാസം വന്നാൽ എന്നാ ഗുണം എന്നറിയാം? ഈ വിശ്വാസം അകത്ത് വന്നാൽ ദൈവത്തെ നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ തുടങ്ങും. മനസ്സിലാകുന്നുണ്ടോ? ദൈവവുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കും ഈ വിശ്വാസം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അവിശ്വാസം നിങ്ങളുടെ അകത്തേക്ക് വന്നാൽ പിശാചുമായിട്ട് കണക്ട് ചെയ്യും. നിങ്ങളുടെ അകത്തോട്ട് പിശാച് കുറെ ചിന്ത ഇട്ടുകൊണ്ടിരിക്കുക, ഈ രോഗം മാറത്തില്ല കേട്ടോ, നീ അപ്പുറത്തെ വീട്ടിലെ ആ ചേച്ചിയെ നോക്കി, ഇതേ രോഗം വന്നിട്ടാണ് മരിച്ചത്, അങ്ങേ വീട്ടിലെ ആ സഹോദരിയെ നോക്കി, ഇതേ പ്രശ്നം കൊണ്ട് ആ കുടുംബം തകർന്നത്. ഇത് കേട്ടപ്പോൾ എൻ്റെ അകത്ത് വിശ്വാസമല്ല,
പിശാശ് പറയുന്നത് ദൈവം ചെയ്യുമെന്നുള്ള വിശ്വാസം പോയിട്ട് അവിശ്വാസം കയറി ഉടനെ പിശാശ് എൻ്റെ വീട്ടിലോട്ട് കയറി വന്നു. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞതയോ അവരൊക്കെ ആ ഗതി വന്നെങ്കിൽ എൻ്റെ ഗതി അതോ ഗതിയാ നമ്മൾ പറയാൻ തുടങ്ങി. പക്ഷെ വചനം പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പോലും അറിയാതൊരു വിശ്വാസമുണ്ടായി. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇനി മുതൽ നിങ്ങൾ വചനം പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ? എൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി. ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എന്തിനാ വിശ്വാസം ഉണ്ടാകുന്നത്? ഈ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വെച്ചത് പറഞ്ഞേ. ദൈവശക്തി നമ്മളിൽ പ്രകടമാകുന്നതിന് വേണ്ടി. നിങ്ങൾ നോക്കിയേ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. അപ്പൊ നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ദൈവശക്തിക്ക് ഈ വ്യാപരിക്കുക എന്നുള്ളതിന് നല്ലൊരു മലയാളം പറഞ്ഞേ. ഈ വ്യാപരിക്കുക എന്നുള്ളത് ഇംഗ്ലീഷിൽ പറഞ്ഞ എക്സീഡിങ് ഗ്രേറ്റ്നസ് ഓഫ് ഹിസ് പവർ എന്ന് പറഞ്ഞത് മലയാളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാ വരുന്നത്? വ്യാപരിക്കുക എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇച്ചിരി പകരുക. മറ്റേതെങ്കിലും അർത്ഥമുണ്ടോ? ഒറ്റ വാക്കിൽ നമുക്ക് നിറയുക എന്നൊരു വാക്ക്. വർദ്ധിക്കുക, കവിക. അതായത് ഇത്ര ഞാൻ പറയാം, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ദൈവശക്തി അളവില്ലാതെ ഒഴുകും, അല്ലെങ്കിൽ പകരും എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ അളവില്ലാത്തൊരു ശക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നാൽ എന്നാ സംഭവിക്കുന്നു? ഒരു ട്രാൻസ്ഫോമറെ കയറി വട്ടം പിടിച്ചാൽ എന്നാ സംഭവിക്കുന്നു? ഞാൻ എന്നാളൊരു വീഡിയോ കൊണ്ട് ഒരു ട്രെയിനിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട്, നോർത്ത് ഇന്ത്യയിലാണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു ചെറുപ്പക്കാരൻ രണ്ട് കൈ എടുത്തുകൊണ്ട്, നിങ്ങളെ വീഡിയോ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, 2 കൈയും അതേ പിടിക്കുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ, കത്തി കരിഞ്ഞു പോകുന്നു. എത്ര പേര് ആ വീഡിയോ കണ്ടായിരുന്നു? ഞാൻ മാത്രമേ കണ്ടുള്ളൂ. 10 വർഷം മുമ്പത്തെ വീഡിയോ അത്. 10 വർഷം. ഞാൻ ഈ കഴിഞ്ഞ ഇവിടെ കണ്ടത്. ഞാൻ ഞെട്ടിപ്പോയി. ഓക്കെ. അപ്പൊ നോക്കിയോണം, ആ ഒറ്റ പിടുത്തത്തിന് തന്നെ ആ വ്യക്തി എന്ത് ചെയ്തു? അത് കരിഞ്ഞു പോയി. അപ്പോൾ ആ ഒരു ട്രെയിൻ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ആണെങ്കിൽ അതിനേക്കാൾ വലിയ പവർ സ്റ്റേഷനിൽ പോയി കട്ടിപ്പിടിച്ചാൽ എങ്ങനെ ഇരിക്കും അവസ്ഥ? പൊടി പോലും കിട്ടത്തില്ല. അവിടെ വചനം പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇതേപോലെ ദൈവശക്തി ഓവർഫ്ലോ ചെയ്യുന്നത്. an exceeding greatness of his power എന്നാ പറഞ്ഞത്. അളവറ്റ ദൈവശക്തി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അളവറ്റ ദൈവശക്തി നിങ്ങളിലേക്കൊന്ന് ഒഴുകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊന്ന് ഒഴുകിയാലുണ്ടല്ലോ, നിങ്ങളുടെ സകല കുടുംബ വിഷയങ്ങളും തകർന്ന് മാറിയിരിക്കും അവിടെ. അത് ഒഴുകുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഫെയ്ത്ത് ഉണ്ടാകണം. ഫെയ്ത്ത് ഉണ്ടാകും. നമ്മൾ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പരിശുദ്ധാത്മാ. ഇന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു വിഷയമാണ്. പറയുമ്പോഴെങ്ങനെയാണ് ഒഴുക്കുണ്ടാകുന്നത്? പറയുമ്പോൾ. അപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കണം, എൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ, വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ഞാൻ പറയണം. ഞാൻ പറയുമ്പോൾ എന്താ ഉണ്ടെന്ന് എൻ്റെ ഉള്ളിൽ വിശ്വാസം വരും. അതുകൊണ്ടാണ് ആ വിശ്വാസം വന്നതുകൊണ്ടാണ് ജോളി ബ്രദറിന് അതുവരെ രോഗികളെ കാണുമ്പോൾ സഹതാപമായിരുന്നു. അങ്ങനെ നേരത്തെ ഇങ്ങനെ ചിലപ്പോൾ പറയുമായിരിക്കും, ജോളി ബ്രദർ നേരത്തെ പറയുമായിരിക്കും, ദൈവം മാറ്റുമായിരിക്കും, ദൈവം മാറ്റട്ടെ എന്നൊക്കെ ആയിരിക്കും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം കൈവച്ച് പ്രാർത്ഥിക്കുവാൻ ഒരു പ്രേരണ ഉണ്ടാകാൻ കാരണം ഈ എവിടെയൊക്കെയോ വിശ്വാസത്തിന്റെ അകത്ത് ഒരു അളവറ്റ ശക്തി വ്യാപരിച്ചുകൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? ഈ അളവറ്റ ശക്തി വ്യാപരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തി വ്യാപരിക്കുമ്പോൾ നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. നമ്മുടെ ഈ പ്രാർത്ഥനയിൽ സൂമിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കൂടുന്ന കുടുംബത്തിന്റെ അകത്ത് അനിൽ എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? അനിൽ എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? സൂമിലായിക്കോട്ടെ. അനിൽ സുനിലല്ല, അനിൽ. ആരാ? സുനിൽ ബദറിന്റെ സ്വന്തം ചേട്ടനാ? ഓക്കെ, ഒരുമിച്ച് നമുക്ക് യേശുനാഥൻ പ്രാർത്ഥിച്ചേട്ടെ. കർത്താവെ, ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആ മകൻ്റെ മേൽ വലിയൊരു ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. കുടുംബത്തിൻ്റെ മേൽ വലിയൊരു ദൈവപ്രവൃത്തി ഉണ്ടാകുകയാണ്. അനർത്ഥം വിട്ടൊഴിയുക. പ്രാർത്ഥിച്ചോണം. അനർത്ഥം വിട്ടൊഴിയുക. വലിയൊരു ദുഃഖവാർത്ത വിട്ടുമാറുകയാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോണം. ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പറയുന്നുണ്ട്, പ്രാർത്ഥിച്ചോണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഇവിടെ വചനം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ വചനം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് ഈ ഒരു ഒഴുക്കുണ്ടാകാൻ പോവാ. ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ സാക്ഷ്യം കേട്ടതുകൊണ്ട് പലർക്കും ഉണ്ടാകുന്നത് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഞാൻ പറയുന്നു, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പറയണം.
വചനം പറഞ്ഞ് എന്തിനാ നിങ്ങളുടെ മൈൻഡിലുണ്ടാക്കി, എന്തിനാ ഞാനിത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം ഉണ്ടാകാനാ. എന്തിനാ വിശ്വാസം ഉണ്ടാകുന്ന അറിയാവോ? അളവറ്റ ശക്തി എന്നിൽ വ്യാപരിക്കാൻ വേണ്ടിയാ. എന്തിനാ അളവറ്റ ശക്തി വ്യാപരിക്കുന്ന അറിയാവോ? ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ കാണണം. ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായി? ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ വചനം പറയാൻ. അല്ലെങ്കിൽ ബ്രദറെ, ഞാൻ ആ വചനം പറയുന്നുണ്ട് ബ്രദറെ, ഞാൻ ആ വാക്യമൊക്കെ പറയുന്നുണ്ട് ബ്രദറെ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ബ്രദറെ, ഞാനിത് ചെയ്യുന്നുണ്ട് ബ്രദറെ. എന്തിനാ ചെയ്യുന്നതെന്ന് അറിയണം. അല്ലെങ്കിൽ എന്നെ കുഴപ്പമെന്ന് അറിയാവോ? ഒരു പ്രയോജനമില്ല. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എൻ്റെ അകത്ത് വിശ്വാസം ഉണ്ടായിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇത് പറയും തോറും ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല, നിങ്ങളുടെ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഭാരങ്ങളോ കുറയുന്നതായിട്ട് ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ആമേൻ. ഉണ്ട്. അമ്മേ ഉണ്ട് ഉണ്ട്. ഉണ്ട് ഉണ്ട്. അപ്പം നമ്മൾ എന്നാ ചെയ്യുന്നറിയോ? അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മൾ അപ്പം തന്നെ വചനം പറച്ചിൽ നിർത്തിയിട്ട് കഞ്ഞി വെക്കാനും കറി വെക്കാനും എന്ത് ചെയ്യും? അപ്പം തന്നെ എണീറ്റ് പോകും. എന്തിനാ അങ്ങനെ എണീറ്റ് പോകുന്നറിയാവോ? നമ്മൾ ഭയങ്കര ഒരു സമാധാനം നമുക്ക് കിട്ടി. അതുവരെ ഇല്ലാത്തൊരു സന്തോഷവും അതുവരെ ഇല്ലാത്തൊരു സമാധാനവും നമുക്ക് കിട്ടി. പോകരുത്. ഒഴുക്ക് ആരംഭിച്ചതേ ഉള്ളൂ. പിന്നെയും പറയുമ്പം അകത്തൊരു സ്പാർക്ക് ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു കറണ്ട് പാസ് ചെയ്യുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ശരീരം ഒന്ന് സ്ലെയിൻ ആകുന്ന പോലെ തോന്നലുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തോട്ട് എന്തൊക്കെയോ ഒരു വിറയൽ പോലെ ചില ഫീലിങ്സുകൾ ഉണ്ടാവും. അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ദൈവശക്തി നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ ഫീലിങ്സുകൾ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ബലവും ധൈര്യവും ഒന്ന് തുള്ളി ചാടാനൊക്കെ തോന്നും. പിന്നെയും ആ വചനം പറയുമ്പോൾ ഓവർഫ്ലോ ഉണ്ടാവും. എന്താ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങൾ അത്ഭുതത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാണ് വചനം എന്ന വാളെടുത്തുകൊണ്ട് വെട്ടാൻ പറയുന്നത്. വചനം എന്ന് വാളെടുത്തുകൊണ്ട് വെട്ടാൻ പറയാൻ കാരണം, ആമേൻ, വചനം എന്ന വാളെടുത്തുകൊണ്ട് വെട്ടാൻ പറയാൻ കാരണം ഇതാണ്. നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ചിന്തകളെ ഇത് സ്വാധീനിക്കും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആ സൗകര്യം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അസ്ഥിയുടെ വിഷയം എനിക്ക് തോന്നുന്ന സൗകര്യം കേൾക്കുന്നുണ്ടായിരുന്നോ? ബാക്കിലെ നടുവിനോ ഇന്നലെ സിസ്റ്റർ മഞ്ജു സൗകരി, അത് സിസ്റ്റർ കുറേ നാളായിട്ടുണ്ടായിരുന്ന അസുഖമല്ലേ. ഈ വചനം പറയാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ചോദിച്ചോട്ടെ, സിസ്റ്റർക്ക് ആദ്യം ഉണ്ടായത് മനസ്സിൻ്റെ അകത്ത് അത് മാറുമെന്നൊരു ചിന്ത ഉണ്ടായോ? അതോ മാറത്തില്ലെന്നാണോ? ഇല്ല, മാറുന്ന വിശ്വാസം ഉണ്ടായി. ആദ്യം പറയാൻ തുടങ്ങിയപ്പോ വിശ്വാസം ഉണ്ടായിരുന്നു? ആദ്യം പറയാൻ തുടങ്ങിയപ്പോ മനസ്സിന്റെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ബ്രദർ ഇങ്ങനെ പറയാൻ തുടങ്ങിയില്ല, മെഡിസിൻ കഴിക്കണം മാതിരി പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. മെല്ലെ ഈ അസുഖത്തിന്റെ കാര്യം മറന്നു ഞാൻ. അസുഖത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ മനസ്സിലായി ചിന്തകൾക്കകത്തേക്ക് ഈ വചനം കയറാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ചിന്തകൾക്കകത്തേക്ക് വചനം കയറിയിട്ട് രോഗം മറക്കാൻ തുടങ്ങി, സൗഖ്യത്തെ പറ്റി ഓർപ്പിക്കാൻ തുടങ്ങി. സൗഖ്യമാകും നമ്മളെ തന്നെ ഇങ്ങനെ എൻകറേജ് ചെയ്യിപ്പിക്കാൻ തുടങ്ങി വിശ്വാസം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ വചനം ആദ്യം പറഞ്ഞിട്ട് അവരോട് പറഞ്ഞത്, നിങ്ങൾ വിശ്വസിക്കുക. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയാൻ? കർത്താവിലേക്ക് ശ്രദ്ധ തരിക. ഇത് പറയണം, നമ്മളത് ഏറ്റു പറയണം. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ വേറെ നിങ്ങൾ വിശ്വസിക്കാൻ പോവുകയും ചെയ്യില്ല. നിങ്ങൾ ഇതിക്ക് ബ്രദറെ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയരുത്, വിശ്വാസം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ പറയാം, എന്നെ തിളവുകൊണ്ട് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വിശ്വസിക്കുകയല്ല, വിശ്വാസം ഉണ്ടാകുക. യേശു പറഞ്ഞു, നിന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല, അവൻ ഉറങ്ങുക എന്ന് പറയുന്നതിന് മുമ്പ് യേശു പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ വാക്കേലാണ് ശ്രദ്ധിക്കേണ്ടത്. ആ വാക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ വചനം നോക്കി, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഇവിടെ നോക്കി, അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? ശ്രദ്ധിച്ച്. അപ്പൊ കേൾക്കാതെ എങ്ങനെയാ വിശ്വസിക്കുന്നത്? അപ്പൊ കേട്ടാൽ എന്തുണ്ടാവും? ഈ വചനപ്രകാരം കേട്ടാൽ എന്തുണ്ടാവും? വിശ്വാസം ഉണ്ടാകും. കണ്ടോ? അപ്പൊ വിശ്വാസം ഉണ്ടാകുമല്ലേ. കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും എന്ന് പറയുമ്പോൾ കേട്ടാലല്ലേ വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കുന്നതാണോ ഉണ്ടായി വരുന്നതാണോ? പറ. ഉണ്ടായി വരുന്നതാണ്. അപ്പൊ മനസ്സിലായോ? വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കരുത്, നിർമ്മിക്കാൻ നോക്കരുത്. ഇപ്പൊ നിങ്ങൾ പറയോ, ബ്രദറെ ഞാൻ ഇപ്പം ഇന്ന് മുതൽ വിശ്വസിക്കാൻ തുടങ്ങാൻ പോകും. അങ്ങനെ പറയരുത്. ഇന്ന് മുതൽ പറയാൻ തുടങ്ങാൻ പോവാം. ഇപ്പൊ മനസ്സിലായോ? എന്റെ കൂടെ പറഞ്ഞ്, ഇന്ന് മുതൽ വിശ്വസിക്കുകയല്ല, ഇന്ന് മുതൽ പറയാൻ തുടങ്ങുവാന്ന് പറ. ഇന്ന് മുതൽ വിശ്വസിക്കുകയില്ല, ഇന്ന് മുതൽ പറയാൻ തുടങ്ങുക. വിശ്വാസം പറയാൻ തുടങ്ങാം.
ആമേൻ. പറയാൻ തുടങ്ങുമ്പോൾ വിശ്വാസം വരും. ഇപ്പം മനസ്സിലായോ? പറയാൻ തുടങ്ങുമ്പോൾ വിശ്വാസം വരും. നമ്മളൊക്കെ പണ്ട് ചില ചില വിഡ്ഢിത്തരങ്ങളൊക്കെ പറയത്തില്ല. വിഡ്ഢിത്തരം എന്ന് പറയാൻ പറ്റത്തില്ല. അന്നത്തെ കാലത്ത് വലിയ വിശ്വാസമായിരുന്നു. കാക്കി ഇരുന്നുകൊണ്ട് പോകുമ്പോൾ നമ്മൾ എന്നാ പറയും? വിരുന്നുകാര് നമ്മളൊരു പഴഞ്ചൊല്ലായിരുന്നു അല്ലേ? വിഡ്ഢിത്തരമല്ല, ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഒത്തിരി ചിന്തിച്ച കാര്യമായിരുന്നു അല്ലേ? അപ്പം ഇതിങ്ങനെ കാക്ക ഇങ്ങനെ പറയുമ്പോൾ തന്നെ പഴയ പഴമക്കാർ പറയും വിരുന്നുകാർ വരുന്നുണ്ട്. പക്ഷെ ഇന്ന് കാഴ്ചപ്പാടുകൾ മാറി സമൂഹം വളർന്നപ്പോൾ നമുക്ക് മനസ്സിലായ അത് വേറെന്തോ കാര്യത്തിന് കരയുക അല്ലേ? അത് വേറെന്തോ കാര്യത്തിന് കരയുക. അതേപോലെ ആകരുത്. നമ്മൾ പറയണം. നമ്മൾ പറയുമ്പം വിശ്വാസം ഉണ്ടാവും. വിശ്വാസം വന്നാൽ ഗുണം എന്ന് പറയും, നമുക്ക് ധൈര്യം ഉണ്ടാവും. എത്ര വലിയ പ്രശ്നം വന്നാലും അകത്തുനിന്ന് മനസ്സ് പറയും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, യേശു ചെയ്യും. നമ്മൾ ആരും പറയണ്ട, വേറൊന്നും ചെയ്യണ്ട. നിങ്ങളിത് പറയുമ്പം, അതുകൊണ്ടാണ് പറഞ്ഞ് സൗഖ്യം പ്രാപിച്ചവരും പറഞ്ഞ് അത്ഭുതം പ്രാപിച്ചവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ എല്ലാവരും എടുക്കാത്തതിൻ്റെ കാര്യം എനിക്കറിയാം. നിങ്ങൾക്ക് പറയാൻ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കാൻ എനിക്കറിയാം. നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. എനിക്കത് കേൾക്കാനും ആഗ്രഹമുണ്ടെന്ന് അറിയാം. പക്ഷേ നമുക്കിത് ഈ വചനം ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം അതിനുവേണ്ടി തന്നെ സാക്ഷ്യങ്ങളും അനുഭവങ്ങളും കേൾക്കാൻ വേണ്ടി തന്നെ നമുക്ക് ഒരു ദിവസം ഇനി വെക്കുന്നുണ്ട് കേട്ടോ. കുറേ ഒരു നേരം, ഇനി രാത്രിയല്ല, ഒരു പകൽ ദിവസം നമ്മൾ വെക്കുന്നുണ്ട്, ഒരു സെക്ഷൻ വെക്കുന്നുണ്ട്. അന്ന് എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമെടുത്ത് നിങ്ങൾക്കുണ്ടായ ദൈവപ്രവർത്തികൾ ഇപ്പോൾ സാക്ഷി നിങ്ങൾ ചുരുക്കം വാക്കുകളിൽ പറയണം. എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ തന്നെ നമുക്കൊരു അവസരം വെക്കുന്നുണ്ട്. എനിക്കിത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. വിശ്വാസം എനിക്കും പറഞ്ഞു ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വചനം പറയാന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഏത് വചനമാണ് നമ്മൾ പറയേണ്ടത്, റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് അതെങ്ങനെയാ ബ്രദറെ നമ്മൾ അറിയുന്നത്? അത് ഞാൻ പറയാം. അതിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു സിസ്റ്ററെ. അപ്പം നമ്മൾ ഓക്കെ സിസ്റ്ററെ, തീർച്ചയായും നല്ല ചോദ്യമാണ് സിസ്റ്റർ ചോദിച്ചത്. നമ്മൾ നേരത്തെ മുതലേ പറയുന്നതാണ് നമ്മുടെ ഏത് വിഷയം. അപ്പം ഞാൻ ഇന്നാൾ പറഞ്ഞു, കടഭാരമുള്ളൊരു വ്യക്തി യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കോ ഇല്ലയോ? പ്രവർത്തിക്കത്തില്ല. കാര്യം ഓരോ വചനത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓരോ വചനത്തിനും ഓരോ വചനം കർത്താവിനാണ് ഒറ്റയടിക്ക് നിർത്തായിരുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ വേണമെങ്കിൽ ഒറ്റ പേപ്പറിൽ ഒറ്റ സെൻറ്റൻസിൽ നിർത്തിയിരുന്നെങ്കിൽ എളുപ്പമാണ്, നമുക്ക് കൊണ്ടു നടക്കാൻ എളുപ്പമായിരുന്നു. പോക്കറ്റ് ആ ഒരു വാക്യം മാത്രം ചുരുട്ടി എന്ത് ചെയ്യാം, പോക്കറ്റ് ഇട്ടുകൊണ്ട് ഈസി ആയിട്ട് കൊണ്ട് നടക്കാമായിരുന്നു. പക്ഷെ കർത്താവ് എന്തിനാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് 66 പുസ്തകങ്ങളിലാക്കി ഇത്രയും വലിയൊരു ബൈബിള് തന്നെ നമുക്ക് തരാൻ കാരണം? അതിൻ്റെ അകത്ത് പല കാര്യങ്ങളുള്ളത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഉദാഹരണം പറയാം. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടിയാണ് കർത്താവായ യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇനി ഞാൻ മറ്റൊരു ചില വാക്യങ്ങൾ കാണിച്ചു തരാം. നമുക്ക് പരിചിതമായ വാക്യങ്ങൾ തന്നെയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ അതിൽ തന്നെ കുറേ വാക്യം ഉള്ളതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. നമുക്ക് കാണാപ്പാടം അറിയാവുന്ന വാക്യമാണ്. ഇവിടെ തന്നെ കുറേ ഞാൻ എല്ലാ ദിവസങ്ങളിലും പറയുന്ന ചില വാക്യങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. 53-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ഇവിടെ നമ്മൾ പറയുന്നുണ്ട് കർത്താവായ യേശു മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു. ഇത് കേൾക്കണം, മനുഷ്യരാൽ. ഈ വാക്യം കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്? മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു. യേശുവിനെ പറ്റി പറയുകയാണ്, യേശു മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു. അപ്പം ഏതെങ്കിലും സ്ഥലത്ത് നിന്ന അനുഭവിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ജോലി സ്ഥലത്തോ വീട്ടിലോ ഒക്കെ പരിഹാസത്തിൻ്റെ മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കുക, അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ 2 വചനമുണ്ട്, പത്രോസ് ലേഖനത്തിലുണ്ട്. അവങ്കിലേക്ക് നോക്കിയവർ മുഖം പ്രകാശരായി അവർ ലജ്ജിച്ചു പോയില്ല. ഇവിടെ വചനം പറയുന്നു, യേശു മനുഷ്യരുടെ മുമ്പിൽ തലകുനിച്ചു. നിങ്ങൾ പറഞ്ഞോണം, ഞാൻ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ തലകുനിക്കത്തില്ല. ഇനി എവിടെയെങ്കിലും തലകുനിച്ചാൽ അവിടെ എൻ്റെ യേശു മാനിക്കും. കാര്യം എൻ്റെ നിന്ന യേശു മാറ്റി. ഇപ്പോൾ ഒരു വചനം കണ്ടോ? ഇനി അടുത്തത് ത്യജിക്കപ്പെട്ടു, ഉപേക്ഷിക്കപ്പെട്ടു. നിങ്ങളെ ആരെങ്കിലും ഒറ്റപ്പെടുത്തിയോ? കുടുംബത്തിൽ, ജോലി സ്ഥലത്ത്, വീട്ടിൽ, കുടുംബത്തിൽ ഹസ്ബൻഡോ വൈഫ് ആരും ആയിക്കോട്ടെ, ഒറ്റപ്പെടുത്തിയോ? മക്കൾ ഒറ്റപ്പെടുത്തിയോ? പറയണം, യേശു എനിക്ക് വേണ്ടി ത്യജിക്കപ്പെട്ടു, ഒറ്റപ്പെട്ടത്, നഷ്ടപ്പെടുമെന്നൊരവസ്ഥയിലോട്ട് പോയത്. ഞാൻ ദൈവസന്നിധി ചേർന്ന് നിന്നാൽ എല്ലാവരും നമ്മുടെ പുറകെ വരും. മനസ്സിലായോ? അടുത്ത വാക്യത്തിൽ പറഞ്ഞത് വ്യസനപാത്രം. വ്യസനപാത്രം എന്ന് പറഞ്ഞാൽ പീഡിതമായൊരവസ്ഥ, എപ്പോഴും ദുഃഖം. ചിലർ പറയത്തില്ലേ, ജനിച്ച കാലം മുതൽ സന്തോഷത്തോടെ ഇരുന്നിട്ടില്ല, എപ്പോഴും എനിക്ക് ദുഃഖമാണ്. ഈ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചോണം, എൻ്റെ വ്യസനത്തെ യേശു ക്രൂശിൽ മാറ്റി ഞാൻ സന്തോഷത്തോടെ ഇരിക്കും. ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യസനത്തിൻ്റെ അവസ്ഥകൾ മാറും. 2, രോഗം ശീലിച്ചവനായി. ഇപ്പോൾ രോഗം വരുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അല്ലേ, പഴയ വചനങ്ങൾക്ക് രോഗസൗഖ്യത്തെ പറ്റിയുള്ള വചനങ്ങൾ യൂട്യൂബിലുണ്ട്. അതിൻ്റെ അകത്ത് ഈ രോഗം ശീലിച്ചെന്നുള്ളതിൻ്റെ അർത്ഥം ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതിൽ കാണാൻ പറ്റൂ. ഇനി
ഏറ്റവും ഒടുവിൽ 1-2 വാക്യം ഞാൻ പറയാം. ഇവിടെ പറയുകയാണ്, എന്നാൽ നമ്മുടെ അതിക്രമ നിമിത്തം മുറിവേറ്റു. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിൻ്റെ മേലായി. നിങ്ങൾ പറയത്തില്ലേ, ബ്രദർ എനിക്ക് ഒരു സമാധാനമില്ല. അത് പല വിഷയങ്ങളായിരിക്കും. ഈ വചനം പറഞ്ഞാൽ കർത്താവായ യേശു, എനിക്ക് സമാധാനം ഉണ്ടാകാൻ യേശു ശിക്ഷ അനുഭവിച്ചു. കൊലോസി ലേഖനത്തിൽ പറയുന്നു, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശു സമാധാനത്തെ ഉണ്ടാക്കി. അപ്പം ഇതെല്ലാം ഓരോരോ വചനങ്ങളാണ്. മനസ്സിലാകുന്നുണ്ടോ? സാമ്പത്തിക അനുഗ്രഹത്തിന് വേണ്ടിയുള്ള വചനങ്ങളുണ്ട്, ഒത്തിരി വാക്യങ്ങളുണ്ട്. ഞാനിത് എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാത്തതിന് വരും ദിവസങ്ങളിൽ നമ്മൾ ഇതുമെല്ലാമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതുകൊണ്ട് ഞാൻ എടുത്തെടുത്തൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ ഒരു കാര്യം മാത്രം പോവുകയാണ്. പറയുമ്പം രോഗമുള്ളവർ രോഗസൗഖ്യത്തെ പറ്റിയുള്ള വചനം, സൗഖ്യമാക്കണേ 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 എന്ന് പറയരുത്. ആ വചനം മാത്രം, യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ സാക്ഷ്യങ്ങൾ പറയിപ്പിച്ചത്. അത് പറയുമ്പോൾ നമ്മുടെ അകത്ത് വിശ്വാസം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ചോദിച്ചോ. ബ്രദറെ, ഈ വചനം പറയുമ്പോഴേ അതിന്റെ ഈ നമ്പർ പലപ്പോഴും ഓർക്കാൻ പറ്റുന്നില്ല. വചനം എല്ലാം ബൈഹാർട്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ നമ്പറൂടെ പറഞ്ഞില്ലേ കുഴപ്പമുണ്ടോ? ഇല്ല, ഒന്നും കുഴപ്പമില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് വചനം നമ്മൾ എഴുതി വെക്കുക ഒരു പേപ്പറിൽ വല്ലോ. നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. മെയിനായിട്ട് വചനമാണ്. ആ വചന നമ്പർ അറിയത്തില്ലെങ്കിലും കുറച്ചും കൂടെ നമ്മളത് കർത്താവ് എനിക്ക് ആ വചനം ഓർക്കാൻ ഒരു കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുക. ഈ വചനം പറയുമ്പം, ഏത് വചനമാണത് പറയുമ്പം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, എൻ്റെ ഉള്ളിൽ വിശ്വാസം വരാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നെന്നുള്ള കാഴ്ചപ്പാടിൽ പറയണം. വിശ്വാസത്തിലൂടെയാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. ഇത് എന്നിൽ നടക്കാൻ വേണ്ടി ഞാനിത് ചെയ്യുന്നത്. ഇപ്പം മനസ്സിലായോ? ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ വചനം പറയാൻ. അല്ലാതെ ബ്രദർ പറഞ്ഞു വചനം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ എല്ലാം മാറിക്കോളൂ. എങ്ങനെ മാറും എന്നുള്ളത് മനസ്സിലാക്കിയാൽ നമുക്ക് കുറച്ചും കൂടെ. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയോ? എത്ര പേർക്ക് അത് ക്ലിയർ ആയോ ഞാൻ ഈ പറഞ്ഞു വന്നത്? ആമേൻ. ആമേൻ. അപ്പൊ ഈ ദിവസങ്ങളിൽ ഇത് പറയണം, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും. ബ്രദർ ചിലർ ചോദിക്കും, ബ്രദർ എത്ര പ്രാവശ്യം പറഞ്ഞു? നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എത്ര നേരം പറയാവൂ അത്ര നേരം. ഇനിയിപ്പോ ഞാൻ 1000 പ്രാവശ്യം എന്നുള്ളത് പറഞ്ഞാൽ നാളെ ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയാം, ആൻറ്റി 1000 എന്നുള്ള സംഖ്യ വെക്കും. 1000 എന്നുള്ള സംഖ്യ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ശ്രദ്ധിച്ചോളാം. ഒരു കൂടെ പറഞ്ഞാൽ പ്രാർത്ഥിക്കാം. വിശ്വാസം വരുന്നുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുവരെ നിങ്ങളെ മനപ്രയാസത്തോടെ ഭാരത്തോടെ, കുറച്ച് മുമ്പ് സിസ്റ്റർ പറഞ്ഞല്ലോ, ആദ്യം വചനം പറഞ്ഞപ്പോൾ എന്തുണ്ടായിരുന്നു? രോഗചിന്തയുണ്ടായിരുന്നു. 10-20 വർഷമായിട്ട് വേദന ഉണ്ടായിരുന്നു. ആ രോഗം ശരീരത്തിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാരവും ഭയവും ഉണ്ടായിരുന്നു. വചനം പറയാൻ തുടങ്ങിയപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. വേദന അവിടെ തന്നെയുണ്ട്, ഭാരം അവിടെ തന്നെയുണ്ട്. പക്ഷേ സിസ്റ്റർ പറഞ്ഞു, മഞ്ജു സിസ്റ്റർ പറഞ്ഞു, വചനം പറയാൻ തുടങ്ങിയപ്പോൾ രോഗത്തിൻ്റെ കാര്യം മറന്നുപോയി. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? വചനം പറയാൻ തുടങ്ങിയപ്പം നിങ്ങളുടെ മനോഭാവം, മനസ്സിൻ്റെ അകത്ത്, അതുവരെ രോഗത്തിലിരിക്കുമ്പോൾ നമുക്കൊരു പേടിയും ഭയമൊക്കെ ഉണ്ടല്ലോ, അത് ഭയം മാറാൻ തുടങ്ങി, സമാധാനം ഉണ്ടാകാൻ തുടങ്ങി, സന്തോഷം ഉണ്ടാകാൻ തുടങ്ങി, യേശു ചെയ്യുമെന്നൊരു പ്രത്യാശ ഉണ്ടാകാൻ തുടങ്ങി, ഒരു ബലമുണ്ട്. ഇതൊക്കെ നമ്മളിൽ വിശ്വാസം വരുന്നതിൻ്റെ അടയാളങ്ങളാണ്. ഇപ്പം മനസ്സിലായോ? ഇതെല്ലാം അടയാളങ്ങളാണ്. നമുക്കൊരു കോൺഫിഡൻസ്, വീണ്ടും വീണ്ടും വചനം കേൾക്കാൻ ഒരു ടെൻഡൻസിയൊക്കെ വരും. വീണ്ടും വീണ്ടും കേൾക്കണം. നിരാശ വരുമ്പോൾ പിന്നെയും കേൾക്കണം. ഇനി പറയാൻ പറ്റത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാവോ? വിശ്വാസത്തിൻ്റെ വചനങ്ങളോ യൂട്യൂബിലോ ഒക്കെ കേൾക്കണം. ആവശ്യമില്ലാത്തൊന്നും കേൾക്കാൻ പോകരുത്, കേൾക്കണം. കേട്ടിട്ടും പിന്നെയും പറ്റുന്നില്ല ബ്രദറെ, ഒന്നും പറ്റുന്നില്ലെങ്കിൽ ഒരു പാട്ടങ്ങ് പാടണം. കർത്താവ് ചെയ്യും. 2-3 പ്രാവശ്യം അങ്ങ് പറയുക, കർത്താവ് എനിക്കൊണ്ട് ചെയ്യും. അതങ്ങ് ചുമ്മാ പറയുക. യേശു എനിക്കൊണ്ട് ചെയ്യും, യേശു, അതും പറയുക. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വർദ്ധിക്കാൻ തുടങ്ങും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തുടർമാനമായിട്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ കൂടുതൽ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ടാകുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ചെയ്യുന്നല്ലോ. യേശുവിൻ്റെ കർത്താവിൻ്റെ കൃപ ഇന്ന് കുടുംബത്തിൻ്റെ മേൽ, ജീവിതത്തിൻ്റെ മേൽ സംഭവിക്കുന്നല്ലോ. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവാത്മാവ് ഇന്ന് സഹായിക്കുന്നല്ലോ. സകല വിഷയത്തിൻ്റെ മേൽ കർത്താവ് പ്രവർത്തിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു. ഇന്ന് കേട്ട വചനങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നു അവരോട് ഞാൻ പറയുന്നു, യേശു പ്രവർത്തിക്കും. ഇത് പറയണം. എനിക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം സരിതസ്റ്റ് ഒരു വാക്ക് പറഞ്ഞു, യഹോവ ഈരെ, ദൈവം കരുതുമെന്ന് പറഞ്ഞു. കാണാൻ വന്നവരെല്ലാം പറഞ്ഞു, എങ്ങനെ നീ ജീവിക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, യഹോവ ഈരെ എന്ന് പറയാൻ തുടങ്ങി. സ്വന്തമായിട്ട് പറയാൻ തുടങ്ങി, യഹോവ ഈരെ, ദൈവം കരുതുമെന്ന് അതിൻ്റെ അർത്ഥം. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കരുതലുകളെ കാണാൻ തുടങ്ങി. ആണെങ്കിൽ ഈ ദിവസങ്ങളിൽ പറയുമ്പം വിശ്വാസം ഉണ്ടാകും, പറയുമ്പം സൗഖ്യം.
കടഭാരങ്ങൾക്കുള്ള ഒന്ന് പറയുന്നേ, കടഭാരങ്ങൾക്കുള്ള. തീർച്ചയായും ഞാനത് ആൻറ്റി എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. എളുപ്പമാർഗ്ഗം പറഞ്ഞുതരാം. നമ്മുടെ യൂട്യൂബിൽ ചെല്ലുക. യൂട്യൂബിൽ ചെന്നിട്ട് ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എങ്ങനെ കടഭാരം മാറും, എങ്ങനെ രോഗം മാറും, ഇങ്ങനെ വചനം പറയണം, അതെല്ലാം കിടപ്പുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് എല്ലാം എടുത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് ഏറ്റവും താഴെ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. എല്ലാം ഇന്ന് ഇത് പറയുന്നതല്ല, ഈ വാക്യങ്ങളൊക്കെ നേരത്തെ മുതലേ പറയുന്നതാണ്. അപ്പോൾ യൂട്യൂബിൽ ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. ഈ എല്ലാ വചനവും കിടപ്പുണ്ട്. ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. കടഭാരം മാറുവാൻ, രോഗം മാറുവാൻ, തലമുറകൾക്ക് വേണ്ടി എല്ലാം ഉണ്ട്. വചനം ഏറ്റു പറയുക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഹെഡിങ്ങുകൾ. അതെല്ലാം എടുത്ത് നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് എല്ലാം ഓരോന്ന് വചനങ്ങളെ പറയുന്നുണ്ട്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാത്തതിൻ്റെ കാര്യം ഒത്തിരി സമയമെടുക്കും. അപ്പം അതെല്ലാം കിടപ്പുണ്ട്. കർത്താവിൻ്റെ കൃപയിൽ താഴെ നോക്കുക. ആ വചനങ്ങളൊക്കെ നമ്മൾ അത് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. സംഭവിക്കും. ഇത് ഇങ്ങനെയാണ് സംഭവിക്കുന്നുള്ളത്. ഇന്ന് നമ്മൾ അതിൽ ഈ സാക്ഷ്യങ്ങളോട് ഒന്ന് പഠിക്കാൻ വേണ്ടി ഇന്നത് എടുത്തത്. സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ പഠിച്ചതാണ്. ഒത്തിരി സാക്ഷ്യം എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും ആ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ പറയാൻ തയ്യാറായി നിന്നോണം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കൈവച്ചോട്ടെ. രോഗമുള്ള ഭാഗത്ത് കൈവച്ചിട്ട് പറ, വേദനയെ യേശു ക്രൂശിൽ വഹിച്ചതാണ്, എൻ്റെ രോഗത്തെ യേശു വഹിച്ചത്. അത് പറഞ്ഞ് അകത്തോട്ട് കയറട്ടെ ദൈവശക്തി. ഇനി നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ ഇത് പറഞ്ഞുകൊണ്ട് എത്ര നാളിരിക്കണം? അടുത്തൊരു ചോദ്യമാണ്. എത്ര നാൾ പറഞ്ഞു? ചിലപ്പോൾ ഇപ്പം സംഭവിക്കും. വലിയ കാലതാമസമൊന്നും വേണ്ട. നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ ഞാൻ എത്ര വർഷം പറഞ്ഞു? വേണ്ട. ചിലപ്പോൾ ഇപ്പം എപ്പോഴും നിങ്ങൾ ഓർത്തോണം, ഇതിങ്ങനെ കുറേ നാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നേലും കിട്ടുമെന്നല്ല. എപ്പോൾ പറയുന്നു അപ്പം മുതൽ ആക്റ്റീവ് ആകുക. ഇപ്പം സംഭവിക്കും. ചിലപ്പോൾ ഇന്ന് വൈകിട്ട് സംഭവിക്കും. ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ സംഭവിക്കും. അങ്ങനെ വേണം എപ്പോഴും പറയാൻ. ഇന്ന് സംഭവിക്കും എന്ന രീതി വേണം പറയാൻ. ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്രദറെ എന്നേലും സംഭവിച്ചാൽ അങ്ങനെയല്ല. എപ്പോഴും നിങ്ങളുടെ വിശ്വാസം ഇപ്പോൾ ഞാൻ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒറ്റ സെക്കൻഡ് മതി. വിശ്വാസം ഉണ്ടാകാൻ ഒറ്റ സെക്കൻഡ് മതി. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അനുഗ്രഹിക്കുന്ന കർത്താവ് സൗഖ്യമാകട്ടെ. ആ രോഗം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ആ വേദനകൾ മാറിപ്പോട്ടെ. കുടുംബത്തിൻ്റെ അകത്ത് തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. തലമുറകൾക്കകത്ത് ബ്ലോക്കായി നിൽക്കുന്ന ഭാവിയുടെ വേലകൾ തുറന്നു വരട്ടെ. കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ ആത്മാവേ, ദൈവാത്മാവിന്ന് സഹായിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ദൈവാത്മാവ് ഇന്ന് കുടുംബങ്ങളെ തൊടുക. ഈ ദിവസങ്ങളിൽ ആരൊക്കെയോ കടഭാരത്തിൻ്റെ അകത്ത് ഞെരുങ്ങുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, വലിയൊരു വിശാലത, മിറക്കിൾ മണി ഉണ്ടാകാൻ പോവുക. നിങ്ങൾ അധ്വാനിച്ചിട്ടല്ല, ദൈവം തുറക്കുന്ന ചില നന്മകൾ, മിറക്കിൾ മണീസ് ഉണ്ടാകാൻ പോവുക. നിങ്ങൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ നന്മകൾ ഒഴുകാൻ പോവുക. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വഴികൾ. നിങ്ങൾക്കത് വലിയ സാക്ഷ്യം തന്നെയാണ്. ഇത് ദൈവത്താൽ തന്നെ നടന്ന് പറയുന്ന രീതിയിൽ അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ഉണ്ടായി വരിക. അത്ഭുതങ്ങൾ ഉണ്ടായി വരിക. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങ് ഓരോരുത്തരെയും അങ്ങ് തൊട്ടതിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാനൊരു വീട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കാണുവാണ്. വീടിൻ്റെ അകത്ത് കയറി വരുമ്പോൾ, ആ മുറിയിൽ കയറി വരുമ്പോൾ ഞാൻ കാണുന്നത് ഒരു പഴയ ഫോട്ടോയാണ്. പക്ഷെ ആ പഴയ ഫോട്ടോ വലുതായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറുപ്പ കാലഘട്ടത്തിൽ മരിച്ചുപോയ ഒരാളുടെ, ഒരു സഹോദരിയുടെ ഫോട്ടോയാണ്. അങ്ങനെ ഒരു വീട് ഞാൻ കാണുവാണ്. അതായത് മരിച്ചിട്ട് വർഷങ്ങളായി. പക്ഷെ ഞാൻ ആ വീട് കാണുന്നത്, വീടിൻ്റെ അകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ ആ ഹോളിൻ്റെ ഭാഗത്തായിട്ട് കാണുന്നത് ഈ ഫോട്ടോ ചെറുപ്പത്തിലുള്ള ഫോട്ടോയാണ്. പ്രായമായ ഫോട്ടോ ഇല്ല, പക്ഷെ ചെറുപ്പത്തിൽ എടുത്തു വെച്ച ഫോട്ടോയാണ്. പഴക്കമുള്ളൊരു ഫോട്ടോയാണ്. അങ്ങനെ ഒരു വീട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വീടിൻ്റെ അകത്ത് കർത്താവ് എന്നെ കാണിക്കുന്ന വീടിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി എന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ആരാന്ന് വെച്ചാൽ ഏറ്റെടുത്തോണം. പഴയ കാല ഫോട്ടോയിൽ പ്രായം ചെന്ന ഫോട്ടോയല്ല, പഴയ ഫോട്ടോയാണ്. പഴയ ഫോട്ടോ മീൻസ് പഴയ ആളാണ്, പക്ഷെ ചെറുപ്പകാലത്തിൽ എടുത്തു വെച്ചേക്കുന്ന ഫോട്ടോയാണ്. പുതിയ പ്രായം ചെന്ന ഫോട്ടോ ഇല്ല, മരണപ്പെട്ടു പോയ ആളാണ്. ആ ഫോട്ടോ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വീട്ടിൽ, ഫ്രെയിം ചെയ്ത് വീടിൻ്റെ മുമ്പിൽ തന്നെ, കയറി വരുന്നവർക്ക് തന്നെ വെച്ചൊരു വീട്. ആ വീടിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് കുടുംബത്തിൻ്റെ മേൽ ചൊരിയുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കുടുംബത്തിൻ്റെ മേൽ തകർന്ന അവസ്ഥകൾ മാറട്ടെ. അനുഗ്രഹിക്കുന്നു.
യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ആ ഭവനത്തിന്റെ മേൽ വലിയൊരു സമാധാനം ഉണ്ടാകട്ടെ. എന്നെ കാണിക്കുന്ന ഭവനത്തിന്റെ അകത്ത് ആ ഭവനത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ജേക്കബ് എന്ന് പറഞ്ഞൊരു വ്യക്തി ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു. ഓ യേശുവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൊടുകയാണ്, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ഇന്ന് ആ കുടുംബത്തെ തൊട്ടിരിക്കുകയാണ്. വലിയ പ്രവൃത്തികൾ ആരാധന വെച്ച് ഏറ്റെടുത്തോണം. യേശു ക്രിസ്തുവിന്റെ വലിയ പ്രവൃത്തി ആ കുടുംബത്തിന് മേൽ ഇറങ്ങി വന്നിരിക്കുക. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ആലോചനകളെ പങ്കുവെക്കാൻ, അതിനുവേണ്ടി തന്നെ നമുക്കൊരു സെക്ഷൻ തന്നെ വെക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കും. ദൈവാത്മാവ് എങ്ങനെ ലീഡ് ചെയ്യുന്നു അതേപോലെ എനിക്കറിയാം ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണം. വരും ദിവസങ്ങളിൽ നമുക്ക് അതിനുള്ള ക്രമീകരണങ്ങളെ സൂമിൽ തന്നെ ചെയ്യാം. യൂട്യൂബിലും കേൾക്കുന്നവരുണ്ട്. എനിക്കറിയാം ഒത്തിരി ആളുകൾ ഈ ദിവസങ്ങളിൽ, നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ച് വർഷങ്ങളായിട്ടുള്ള രോഗാവസ്ഥയിൽ ഇരുന്നുകൊണ്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. വ്യക്തിപരമായി സൂമിൽ വരുന്ന് പറയാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഭവനത്തിൽ ഉള്ളതുകൊണ്ടാണ് പറയാൻ പറ്റാത്തതിനോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പേരുകൾ പറയുന്നില്ല, അങ്ങനെ എനിക്ക് അറിയത്തില്ല. പക്ഷേ നിങ്ങൾ പ്രാർത്ഥന കർത്താവ് ധൈര്യത്തോടെ വന്ന് പറയാൻ അന്തരീക്ഷം ഉണ്ടാകണം. വാട്സാപ്പിലേക്ക് സാക്ഷ്യങ്ങൾ അയക്കുന്നവരുണ്ട്. കഴിവതും നിങ്ങൾ കമൻറ്റുകൾ യൂട്യൂബിൽ ഇടാതിരിക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്, അതിലേക്ക് തന്നെ നിങ്ങൾ സാക്ഷ്യങ്ങൾ അയക്കുക. കാര്യം ഞാൻ ഒത്തിരി ലേറ്റായിട്ടാണ് പലതും കാണുന്നത്, പ്രയർ റിക്വസ്റ്റുകൾ ഉൾപ്പെടെ. അതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വാട്സാപ്പിലേക്ക് അയക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ചുരുക്കം വാക്കിൽ വേഗത്തിൽ സാക്ഷ്യങ്ങളുള്ളവർ ഒന്ന് പറഞ്ഞാട്ടെ. കഴിവതും ചുരുക്കി പറയാൻ ശ്രമിക്കുക. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങളെ പറയാൻ വേണ്ടി പോവാണ്. ഉള്ളവർ പറഞ്ഞാട്ടെ. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വഴിയുടെ പ്രശ്നം പറഞ്ഞിരുന്നില്ലേ, അപ്പൊ അത് ഇലക്ഷൻ കാരണം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് അതിന് ഞങ്ങളുടെ പഞ്ചായത്തിൽ അദാലത്തിന് വിളിച്ചപ്പോൾ ഞാൻ തനിച്ചോളെന്നുള്ള പ്രയാസം എനിക്കുണ്ടായില്ല. ഞാനും എൻ്റെ അപ്പച്ചനും കൂടിയാണ് പോണേന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പോയി. അവിടെ ചെന്നപ്പോ അവരെല്ലാവരും ഉണ്ടായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ കയറിയത് എൻ്റെ അപ്പച്ചനൊക്കെ കൂടെ ഇരിപ്പുണ്ടല്ല, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവില്ല എന്നും പറഞ്ഞ് ഞാൻ അവിടെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്ന് അതിൻ്റെ അദാലത്ത് നടന്നപ്പോൾ എനിക്ക് അനുകൂലമായിട്ട് ആണ് അവിടെ സംസാരിച്ചത്. അവര് പഞ്ചായത്തിൽ നിന്ന് വന്ന് നോക്കിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു. എനിക്കത് തടസ്സമായി കിടന്നിരുന്നാണ്. ഞാൻ ഇപ്പൊ വചനം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണ്ട് എനിക്കത് ഇന്നിപ്പോ അനുകൂലമായി നിൽക്കുകയാണ്. ദൈവത്തിന് അതിൻ്റെ കുറേ നാളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു വിഷയമാണ്. ഒത്തിരി ശക്തന്മാർ എൻ്റെ പിന്നിലുണ്ടായിരുന്നു. പക്ഷേ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവ് അപ്പച്ചനാണ് കൂടെ പോയത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, കർത്താവ് അപ്പച്ചനാണ് കൂടെ വന്നത്. കർത്താവ് അത് പ്രവർത്തിച്ചു. ദൈവം അനുകൂലമായി തന്നെ അത് വെളിപ്പെടാൻ ഇടയായി തീർന്നു. നാളുകളായിട്ടുള്ള വിഷയമായിരുന്നു. ദൈവം അത്ഭുതം ചെയ്തതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്രദറെ, എനിക്ക് വേറൊരു സാക്ഷ്യം കൂടി പറയാനുണ്ട് ബ്രദറെ. ഞാനിപ്പോ ഒരു 3-4 മാസമായിട്ട് ഈ യൂട്യൂബിൽ എനിക്ക് കയറാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ നടന്നു പോകുമ്പോ എന്റെ ബാക്കിൽ നിന്ന് ഒരു ബൈക്ക് വന്നിടിച്ച് ഞാൻ തല കുറച്ച് പൊട്ടി. ഞാൻ ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ ഫോണൊക്കെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഈ ഫോൺ വാങ്ങിച്ചത് ഇപ്പൊ ഈ അടുത്താണ്. 2 ദിവസം തൊട്ട് ഞാൻ ഈ ഫോൺ ഭജനത്തിൽ കയറുന്നുണ്ട്. എനിക്കത് സാക്ഷ്യം പറയാനൊന്നും ഈ മൈക്ക് ഓണായി കിട്ടണുണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ച് ഒരാളെ കൊണ്ട് അത് ശരിയാക്കിച്ചെടുത്ത്. എനിക്ക് ഈ വചനം പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ദൈവം അനുഗ്രഹിച്ച് എന്റെ കാലോ കൈയോ ഒന്നും ഒടിഞ്ഞില്ല. ഞാൻ ബ്രദറോട് സാക്ഷ്യം പറയുന്നത് 60 വയസ്സായ ഞാൻ 35 വയസ്സായ ഒരാളെ പോലെ നടക്കണം എന്നൊക്കെ ഞാൻ സാക്ഷ്യം പറയുന്നത്. അതുപോലെ തന്നെ ഇന്നും ഞാൻ സാക്ഷ്യം പറയുന്നത്. ദൈവം സഹായിച്ച് ദൈവം എന്റെ കൂടെ ഉണ്ടായി താങ്ങി നിർത്തിയെന്ന് തന്നെ പറയാം. തല ഇത്തിരി പൊട്ടി, ഒരു 4-5 സ്റ്റിച്ച് ഉണ്ടായി. പക്ഷെ വേറെ ഒന്നും ദേഹത്ത് ഒരു പോറല് പോലും ഒന്നും സംഭവിക്കാതെ ഞാൻ തിരിച്ചു വന്ന്. ഇപ്പൊ ഒരു ഏപ്രിൽ 2-ാം തീയതി ആയിരുന്നു ഈ പ്രശ്നം ഉണ്ടായത്. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് ഇന്നും ഞാൻ നടക്കണം, യാതൊരു കുഴപ്പമില്ല. ദൈവത്തിന് നന്ദി. തന്നെ കർത്താവ് എന്ന കർത്താവ് പ്രിയ സരസാന്റിയെ സൗഖ്യമാക്കിയതിന് നന്ദി. കർത്താവ് വലിയൊരു അനർത്ഥത്തിൽ നിന്നാണ് വിടുവിച്ചത്. ജീവനോടിരുന്ന് സാക്ഷ്യം പറയുവാൻ ദൈവം സഹായിച്ചതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, പറഞ്ഞു. ഹലോ. അതായത് ഞങ്ങളുടെ റിലേഷൻ തന്നെ ഒരു അമ്മയും മോളും നാട്ടിലേക്ക് പോണോ പറഞ്ഞപ്പോ
അവർക്ക് ഡ്രസ്സൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന പുതിയ ഡ്രസ്സ് എടുത്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞു. പിന്നെ എനിക്ക് സ്വപ്നത്തില് കാണിച്ചു ഈ 2-3 ജോഡി ഡ്രസ്സ് എനിക്ക് തരുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. പക്ഷെ അത് ഇന്ന് എൻ്റെ അമ്മ ഫോൺ വിളിച്ചു പറഞ്ഞു, നിനക്ക് 2-3 ഡ്രസ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടു. അമ്മ തീർച്ചയായിട്ടും സിസ്റ്റർ ഈ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ കർത്താവ് ചില കാര്യങ്ങളെ മുൻകൂട്ടി കാണുന്നത് അവരോട് ഞാൻ പറയുന്ന ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. കൂടുതൽ കൂടുതൽ വർദ്ധിക്കട്ടെ കാഴ്ചപ്പാടുകൾ കാണുന്നത്, ദൈവം ഒരുക്കിയിട്ടുള്ളത് കാണാൻ ഇനിയും ഇനിയും വർദ്ധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. 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 മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിന്? ബ്രദറെ പറഞ്ഞു. ഇന്നലെ ഞാനൊരു ആക്സിഡന്റ് കേസിട്ട് പറഞ്ഞില്ലായിരുന്നു, ഒരു സഹോദരൻ 20 വയസ്സുള്ള വെന്റിലേറ്ററിലായിരുന്നെന്ന്. ഇന്ന് ഐസിയിലേക്ക് മാറ്റിയെന്നാണ് പറഞ്ഞത്. മെസ്സേജ് ഞാൻ മുമ്പെയാണ് കണ്ടത്. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചേക്കണം. നമ്മൾ ഇന്നലെ വെന്റിലേറ്ററിലായിരുന്നു ആ പയ്യൻ. ബ്രദറിന് ഞാൻ മെസ്സേജ് ഒക്കെ വിട്ടായിരുന്നു, ബ്രദർ പ്രാർത്ഥിച്ചായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് ബ്ലസ് ചെയ്യാം. കർത്താവ് ഞങ്ങളെ മകനെ അനുഗ്രഹിക്കുന്ന കർത്താവെ ആരോഗ്യവും ബലവും ഉള്ളവനായിട്ട് മടങ്ങി വരട്ടെ. കർത്താവ് മകനെ തൊടുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങൾ ഇനി കാണുമ്പോൾ യേശു മകനെ തൊട്ടെന്ന് എന്ന് കേട്ട് ആ സാക്ഷ്യവുമായിട്ട് വരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്നതിന് നന്ദി. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കൊരു ചെറിയ സാക്ഷ്യം സാക്ഷിയൊന്നുമില്ല, പക്ഷെങ്കിൽ ഞാൻ അങ്ങോട്ട് ആദ്യമായിട്ട് കയറിയ ആളാ. എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? തീർച്ചയായിട്ടും. കർത്താവെ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വലിയ പ്രവർത്തികൾ അയക്കുന്നല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവ് കുടുംബം ഒത്തിരി ഭാരപ്പെടുന്നു. മകളുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നല്ലോ, കുടുംബത്തിനകത്ത് ഭാരപ്പെടുന്നല്ലോ. ആ വസ്തു വിഷയത്തിൻ്റെ മേൽ കർത്താവ് ഇന്ന് ഭാരപ്പെടുന്നു. ഞങ്ങൾ അതിൻ്റെ മേൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. അതിൻ്റെ മേൽ ജയമെടുക്കുന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവ് വലിയൊരു സമാധാനം ഉണ്ടാകട്ടെ. ഞങ്ങൾക്ക് കേൾക്കാൻ പോകുന്ന വലിയ സാക്ഷ്യങ്ങൾ ഉണ്ടായി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു മിനിറ്റ് പറഞ്ഞു. ഒരു സെക്കൻഡ് ഞാനൊന്ന് മ്യൂട്ട് ചെയ്യണം. ഒരു മിനിറ്റ്. ഒരു സെക്കൻഡ്. നമ്മളെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. ഞങ്ങൾ പ്രാർത്ഥന ഞങ്ങളോട് വാട്സാപ്പിലേക്ക് നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ അയക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കുറച്ചും കൂടി എളുപ്പം, എനിക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ എളുപ്പം വാട്സാപ്പിലാണ്. അതുകൊണ്ട് നമുക്ക് ഈ സമയം സാക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമയമാണ്. ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നുണ്ട്, മാക്സിമം ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. അതെല്ലാം കാണുന്നുണ്ട്, അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ കഴിവതും നിങ്ങൾ സാക്ഷ്യങ്ങൾ പറയാൻ ശ്രമിക്കുക. നമുക്ക് സമയപരിമിതി, ഇപ്പം എല്ലാവരും പ്രാർത്ഥന വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സമയപരിമിതി ഇല്ലോണ്ട്, അതുകൊണ്ടാണ് വാട്സാപ്പിലേക്ക് അയക്കുക. അത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ആരും ഭാരപ്പെടേണ്ട. ആ കാണുന്നതെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് അതിൻ്റെ മേൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സാക്ഷ്യങ്ങൾ നിങ്ങൾ പറയുക. ആ സാക്ഷ്യങ്ങളുള്ളവർ വേഗത്തിൽ സാക്ഷ്യങ്ങൾ പറഞ്ഞാട്ടെ. ചെറുതോ വലുതോ ആയിക്കോട്ടെ, സാക്ഷ്യങ്ങൾ വേഗത്തിൽ ഒന്ന് പറഞ്ഞാട്ടെ. ഹലോ പറഞ്ഞു. ഞങ്ങള് ഇന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേനെ ഞങ്ങളുടെ കുഞ്ഞു കൊച്ചിനെ ഇക്കളെന്ന് പറഞ്ഞാൽ ഇച്ചിരി വലുതോ പോലെ തോന്നിയായിരുന്നേ. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മോള് പ്രാർത്ഥിച്ചു. കാരണം ഞങ്ങളും കുഞ്ഞും മാത്രമേ ഉള്ളൂ. ഒരു അസുഖം ഉണ്ട്. ഇപ്പം തന്നെ എന്റെ കർത്താവ് നിൽക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവം അത്ഭുതകരം ഇവിടെ ആ നിമിഷം തന്നെ കൊച്ചിന്റെ ഇക്കള് നിന്ന്. അത് ഞാൻ ദൈവനാമത്തിൽ സാക്ഷി പറയാം. അത് പറയാൻ വേണ്ടി തീർച്ചയായിട്ടും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, സാക്ഷ്യം നമ്മളത് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് റിസൾട്ട് കണ്ടാലും കൂടുതൽ പ്രാർത്ഥിക്കുക. അത് നമ്മൾ എന്ത് വിഷയം, ഇപ്പം നമ്മൾ അതിന് സാധാരണമായിട്ട് കാണേണ്ട എല്ലാം പ്രാർത്ഥിച്ചോണം. എന്നവർ പ്രാർത്ഥിച്ചു. അപ്പം തന്നെ ആ വിഷയത്തിൻ്റെ മേൽ സഡനായിട്ടുള്ള റിസൾട്ട് കണ്ടു. കർത്താവ് ഇനിയും വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വർദ്ധിക്കട്ടെ. വിശ്വാസം കൃപ നിറയട്ടെ. ആമേൻ. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഇന്നലെ നമ്മൾ തമ്മിൽ സംസാരിച്ച സമയത്ത് ഈ അൾസറിന്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ഇങ്ങനെ നെഞ്ച് കുത്തി തുളയ്ക്കേണ്ട വേദന. നെഞ്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സൂര്യക്ഷേത്രം എന്ന് പറയുന്ന ഭാഗമുണ്ട് ശരീരത്തിന്റെ, വാരികളുടെ കൂട്ടി അവിടെ ഭയങ്കര കുത്തി തുളയ്ക്കേണ്ട വേദനയായിരിക്കും. കാര്യം വേറൊന്നുമല്ല, ഈ സമയത്തിന് ഭക്ഷണം കഴിക്കാതെ വരുമ്പോൾ ഉള്ള സംഗതിയാണ്.
ഇത് വന്നു കഴിയുന്ന സമയത്ത് ഞാൻ സാധാരണ ഇതിന് മുമ്പ് ഈ ഒമിപ്രാസോൾ വിത്ത് ഡോംബിൽഡോ എന്ന് പറഞ്ഞ സാധനം, ഡോമിഡി എന്ന് പറഞ്ഞ സാധനം, ഇതാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇത് കഴിക്കുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് റിലീഫാണ്. ഈ കഴിഞ്ഞ ഇന്നലെ, അതായത് കുറെ മാസം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറെ മാസങ്ങളായിട്ട് ഞാൻ ഗുളികയൊന്നും കഴിക്കാറില്ല. ഇന്നലെ എനിക്ക് കുത്തി തുളയ്ക്കുന്ന വേദനയായിരുന്നു. ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കുത്തി തുളയ്ക്കുന്ന വേദന. നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അതുപോലെ ഭയങ്കര വേദനയായിരുന്നു. ആ സമയത്ത് അതിന് ശേഷം ഞാൻ അതിന് മുൻപും ഞാൻ പറഞ്ഞായിരുന്നു, ഇങ്ങനെ എന്റെ പിതാവായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ വേദനയോട് ഞാൻ കൽപ്പിക്കുന്നു, എന്നെ വിട്ട് മാറിപ്പോ. പിന്നെ വൈകുന്നേരം വന്ന് നമ്മൾ പ്രയർ കഴിഞ്ഞ പ്രയറിന്റെ സമയത്ത് ഞാൻ പറയുന്നുണ്ട്, എനിക്ക് ഒരു ടെൻഡൻസി ഗുളിക കഴിച്ച് നോക്കിയാൽ എന്തായാലും ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണമൊന്നുമില്ല, വേണ്ട ഞാൻ ഗുളിക കഴിക്കില്ല, തീരുമാനം എടുത്തു. രാവിലെ ആയപ്പോൾ മാറി പരിപൂർണമായിട്ടത് ഭേദമായിട്ടുണ്ട്. കർത്താവിന്റെ കൃപയാൽ തന്നെ അത് നടക്കുന്നു. അത് ഒന്നാമത്തെ സാക്ഷ്യം. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ ഈ ചെറുപ്പമൊക്കെ ആയിട്ട് ഞങ്ങൾ വളർന്ന പാലക്കാട് പള്ളികളൊക്കെ വളരെ അപൂർവമായിട്ട് ഇപ്പോഴാണ് കുറച്ചെങ്കിലും വന്നിട്ടുള്ളത്. ഈ വചനം പഠിച്ചത് കുറെ മതിലിന്റെ മുകളിലൊക്കെ ഞാൻ കണ്ടിപ്പോഴും ആലോചിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം പഠിച്ച വചനം ഒന്നാണ് കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച് നീ നിന്റെ കുടുംബ രക്ഷപ്പെടുക, അപ്പോസ്തലർ 16:31. പിന്നെ വേറെ ഒന്ന് രണ്ട് വചനങ്ങൾ സ്പൈക്ക് ആയിട്ട് വചനങ്ങളുണ്ട്. അതായത് വാട്ട് മെൻ വിഷ് ദാറ്റ് യു വുഡ് ഡു ടു യു ഡു സോ ടു ദം. അതായത് മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ കരുതുമോ നിങ്ങൾ അപ്രകാരം ചെയ്യും. പിന്നെ വേറൊരു വചനമാണ് ലൂക്കോസ് 11:24 വരുന്നത്. മാർക്കോസ് ഇത് ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും. ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഇഷ്ടപ്പെട്ട വചനമായതുകൊണ്ട് അതൊക്കെ കാണാപ്പാടും പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കർത്താവ് നമുക്ക് വചനം എവിടെ വെച്ച് വേണമെങ്കിലും തരും. ഈ വചനം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ കർത്താവ് ഇപ്രകാരം ആ വചനത്തിലൂടെ എന്നെ പ്രവർത്തിച്ച് എന്റെ അസുഖത്തെ സൗഖ്യമാക്കി നന്ദി പറഞ്ഞു. ആമേൻ, ആമേൻ, ആമേൻ. തീർച്ചയായിട്ടും എൻ്റെ അവസ്ഥ പറഞ്ഞ രണ്ട് സാക്ഷ്യങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ടായ സൗഖ്യത്തിൻ്റെയും അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. ആ പൂർണ്ണ സൗഖ്യം അൾസറിൻ്റെ ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് ചെയ്തല്ലോ. മുന്നോട്ട് കർത്താവിൻ്റെ വചനത്താൽ ബലപ്പെടുത്തിന് നന്ദി പറയുന്നു. ഇനിയും സാക്ഷ്യങ്ങളാൽ ദൈവം നിറയ്ക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. 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 കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാർക്കെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ഹലോ ബ്രദറെ, പറഞ്ഞു സിസ്റ്റർ. ഞങ്ങൾ ചെറിയൊരു വീട് വാങ്ങിച്ചായിരുന്നു. അപ്പോഴത്തേക്ക് ആ വീട് നേരത്തെ താമസിച്ചവരൊന്നും അവിടെ താമസിപ്പിച്ചിട്ടില്ല. കയ്യാലെ ഇടിഞ്ഞ് കിടന്നത് കെട്ടാൻ സമ്മതിയില്ല. ഭയങ്കര വഴക്കൊക്കെയായിരുന്നു. ഞങ്ങൾ ആ കയ്യാലെ ഇടിഞ്ഞ് കിടന്നിട്ട് ഇന്നലെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കയ്യാല കെട്ടാൻ ചെന്നു. ഒരു പ്രശ്നം ഉണ്ടാകാതെ അവർ ചെറുതായിട്ട് വഴക്കൊക്കെ പിടിക്കാൻ വന്നാലും ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ ആ കയ്യാല കെട്ടി തീർക്കുകയും ഞങ്ങൾ വചനം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ അവിടെ ഇറങ്ങിയപ്പോൾ ഒരു സാക്ഷികളാണ്, വലിയൊരു സാക്ഷികളാണ്. ഞങ്ങൾ വലിയ പ്രശ്നം ഉണ്ടാകുന്നോട്ടാ പോയത്, പക്ഷെ ഒന്നും ഉണ്ടായില്ല. ആമേൻ. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അവരൊരു വീട് വാങ്ങിച്ചു. വലിയ പ്രശ്നമുള്ള സ്ഥലമാണ്. കയ്യാല കിട്ടുന്ന സമയത്ത് എന്നാൽ കർത്താവിന് കുറയാൽ വചനം പറഞ്ഞുകൊണ്ട് പോയി. പ്രശ്നം ഉണ്ടാകുമെന്ന് മനസ്സ് പറഞ്ഞു, പക്ഷെ വചനം പറഞ്ഞുകൊണ്ട് പോയി. ദൈവം അതെല്ലാം ചെയ്തെടുത്തു. സമാധാനത്തോടെ അത് തീർക്കുവാൻ കൃപ കൊടുത്തു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഞാൻ നിങ്ങളെ ഈ ദിവസങ്ങളിൽ എനിക്കറിയാം ഒത്തിരി ആൾക്കാർക്ക് പ്രാർത്ഥന ലൈവായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട്. ഞാനത് വീണ്ടും പറയുകയാണ്, നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ അയക്കുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് എന്തെങ്കിലും ആലോചന നിങ്ങളോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞുതരാം. അപ്പം ലൈവിൽ നമുക്ക് മാക്സിമം കർത്താവ് എന്നോട് പറയുന്ന കാര്യങ്ങൾ, ഇപ്പം ദൈവം ഇത് പരിശുദ്ധാത്മാവ് ഇന്ന ആളോട് പറയാൻ പറയുന്നു, ഇന്ന കാര്യം വെളിപ്പെടുത്തുന്നു, അത് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മാക്സിമം പ്രെയർ റിക്വസ്റ്റുകൾ എന്ത് ചെയ്യുക, വാട്സാപ്പിലേക്ക് അയക്കുക. പ്രാർത്ഥിക്കുന്നതായിരിക്കും, നിരാശപ്പെടേണ്ട. നമ്മുടെ വിഷയങ്ങളെ കർത്താവ് അത്ഭുതമാക്കി മാറ്റും. എൻ്റെ കൂടെ എല്ലാവരും ആമേൻ പറഞ്ഞോട്ടെ. ഇനി ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഭാരപ്പെടരുത്. ഇനി നിങ്ങൾക്ക് ഒരു ആലോചനയും കിട്ടിയില്ലല്ലോ, ബ്രദറെ എന്നോടൊരു പ്രവചനവും വന്നില്ലല്ലോ. ഞാൻ വീണ്ടും പറഞ്ഞു, ഇത് മനുഷ്യനല്ല ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് നിങ്ങളോട് പ്രവചിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നല്ല, കർത്താവാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുമ്പോൾ ഓർത്തണം, ഈ വചനം എന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. അതുകൊണ്ട് ആ വചനം കേൾക്കുക. വചനവും നമ്മളുള്ള പ്രവചനമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാർക്കും സാക്ഷ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ തീർച്ചയായിട്ടും പറഞ്ഞു. ഹലോ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അപ്പോ നമ്മുടെ വൈഫിന് കഴിഞ്ഞ ദിവസം നടുവിന് വേദന 10 വർഷത്തെ അത് മാറിക്കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം അവളുടെ കാലിനൊരു ഞൊത്തല്, പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷം അല്ലാണ്ട് ഞൊത്തി നടക്കുന്നു.
ഞാൻ ചോദിച്ചു പറഞ്ഞു എന്നാന്നറിയത്തില്ല, ഇന്ന് രാവിലെ മുതൽ വേദന തുടങ്ങി എന്ന് പറഞ്ഞു. രാത്രി വന്നപ്പോൾ പറഞ്ഞു എനിക്കിന്ന് വിക്സ് വരട്ടി തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വിക്സ് തേക്കുന്ന പരിപാടിയൊക്കെ ഞാൻ നിർത്തി എന്ന് പറഞ്ഞു. ഇനി വിക്സ് തേക്കല് തിരുമല പെയിൻ കില്ലർ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് കിടന്നുറങ്ങി. ഞാനും മൈൻഡ് ചെയ്തില്ല. വൈകുന്നേരത്ത് രാവിലത്തേക്ക് പോകുമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം തിങ്കളാഴ്ച ആയപ്പോഴും അങ്ങനെ തന്നെ നടക്കുകയാണ്. തിങ്കളാഴ്ച അപ്പോൾ തിങ്കളാഴ്ച അവള് തിരക്കായിരുന്നു, ഞാൻ ഇച്ചിരി തിരക്കായിരുന്നു. തിങ്കളാഴ്ച രാത്രിയിൽ ഞാൻ ചോദിച്ചു നിന്റെ വേദന പോയോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു നീ ആദ്യം പ്രാർത്ഥിച്ച് റെഡി ആയിക്കോ, ഞാനിപ്പം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ശരീര പ്രാർത്ഥനയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ ചോദിച്ചു വേദന ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു വലിയ പ്രാർത്ഥനക്കാരൻ, നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ എന്ന് ചോദിച്ചു. അങ്ങ് പോയി. അപ്പോൾ എനിക്ക് ആകപ്പാട് സംശയമായി. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ കാല് ഞൊത്തുന്നില്ല, സുഖമായിട്ട് നടന്നു പോകുന്നു, ഒരു പ്രശ്നമില്ല. ഇതുവരെ ദൈവാനുഗ്രഹത്തോടെ ഒരു പ്രശ്നമില്ല. ദൈവം സുഖപ്പെടുത്തി ആ കാലിനെ, അന്നേരം പ്ലസ് സുഖപ്പെടുത്തി. യേശുവിന് മുമ്പിടി മാനവ മഹത്വം യേശുവിന്. നന്ദി, സ്തോത്രം. ദൈവം കൊടുത്ത അത്ഭുതകരമായ സൗഖ്യത്തിൽ നന്ദി. ഇനി ജോലി പോലെ ശ്രദ്ധിച്ചോണം. ഇനി അങ്ങനെ എപ്പോ അസുഖം പറഞ്ഞാലും ഇനി ഒരു എക്സ്ക്യൂസും വേണ്ട, അപ്പൊ തന്നെ കൈവച്ച് പ്രാർത്ഥിച്ചോണം, ഒന്നും മാറ്റി വെക്കരുത്. ഇനി മുതൽ അങ്ങോട്ട് കൈവച്ച് അങ്ങ് പ്രാർത്ഥിച്ചോണം. ആയിക്കോട്ടെ. ഇനി മുതൽ ധൈര്യത്തോടെ പ്രാർത്ഥിച്ചോണം. നീ നമ്മൾ മാറ്റി വെക്കല്. കാര്യം നമ്മുടെ മേൽ അങ്ങനെ രോഗസൗഖ്യത്തിന്റെ പകർച്ച ദൈവം ചെയ്തിട്ടുണ്ട്. അത് ചെയ്തോണം. ഞാൻ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ വീട് വിട്ട സൗഖ്യത്തിന്റെ ശുശ്രൂഷ പുറത്തോട്ട് പോട്ടെ. പ്രാർത്ഥിക്കുക, അനേകരെ സൗഖ്യമാകട്ടെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാർക്കെങ്കിലും സാക്ഷ്യങ്ങളുണ്ടോ? സാക്ഷ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. ഇന്ന് മുതൽ പറയണം. നാളെ മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇന്ന് മുതൽ പറയാൻ തുടങ്ങണം. എത്രത്തോളം പറയാൻ പറ്റുമോ പറഞ്ഞോണം. പറയുമ്പോൾ പ്രതീക്ഷയോടെ പറയണം. എൻ്റെ വിഷയങ്ങൾ മാറാൻ പോവുക. ധൈര്യത്തോടെ ഇരുന്നോണം. വിഷയങ്ങൾ മാറും, അത്ഭുതങ്ങൾ നടക്കും, തകർച്ചകൾ മാറും. യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. നമുക്കിപ്പോൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളെ മ്യൂട്ട് ചെയ്താട്ടെ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിനെ സ്തുതിച്ചാട്ടെ. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് അത് ഉണ്ടാകുമെന്ന് പറഞ്ഞത്. മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി